ഗുഡ് ഈവനിങ് എവരി വൺ. എല്ലാവർക്കും നമസ്കാരം. എന്നും എപ്പോഴും ഐശ്വര്യത്തിന്റെയും ക്ഷേമത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദിവസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ഓരോ ദിവസവും തുടങ്ങുന്നത്. സന്തോഷം. കാരണം ഞാൻ ഇങ്ങനെ വന്നപ്പോഴേ നിങ്ങളെല്ലാം എനിക്ക് ഇങ്ങനെ ക്യാമറ എടുത്തുമ്പോൾ എല്ലാവരെയും കാണാൻ പറ്റില്ല. അങ്ങനെ ഞാൻ വന്നിട്ടൊന്ന് മറ്റൊരു കമ്പ്യൂട്ടറും കൂടി സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കി, പക്ഷെ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഫുൾ ആയില്ല. ബാക്കി എല്ലാവരും ആരൊക്കെ പങ്കെടുക്കുന്നത് കാണാനില്ല. പൊതുവെ കാണില്ല. ഇവിടെ എനിക്കിപ്പോ ഒരു 5 പേരെ മാത്രമേ ഒന്നിച്ച് കാണാൻ പറ്റുള്ളൂ. കൂടുതൽ ആൾക്കാരെ കാണാൻ പറ്റില്ല. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ഓടിച്ചു നോക്കിയപ്പോ എനിക്ക് മനസ്സിലായത് കുറേ ദിവസം പുതിയ പുതിയ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, നമ്മുടെ കൂടെ ഇരിക്കുന്നു. പഴയ ആൾക്കാർ കുറെ പേര് എല്ലാം ഫിറ്റായി റെഡിയായിട്ട് തിരിച്ചു പോകുന്നു. ഇങ്ങനെ ആ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഓരോ ആളുടെയും അവനവന്റെ ജീവിതത്തിന്റെ കഥ എഴുതി പാകപ്പെടുത്തി പോയിക്കൊണ്ടേയിരിക്കണം. കാരണം ഒരു കഥ എഴുതി തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ അത് വായനക്കാരന് സമർപ്പിക്കുക, അങ്ങ് പോയിക്കോളൂ. അതാണ് കഥാകാരന്റെ ഏറ്റവും വലിയ രീതി എന്നതുകൊണ്ട് തന്നെ എഴുതുന്നത് വരെ മാത്രമേ നമുക്ക് അവിടെ കൃത്യമായി ബ്രെയിൻ വർക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വായനക്കാരന് വിട്ടുകൊടുക്കുക. അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ കഥ നമ്മൾ നിർണയിച്ചു കഴിഞ്ഞാൽ, പാകപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്മൂത്തായി പോകാം. കാണുന്നവൻ എഴുതിക്കോളും, കാണുന്നവൻ വായിച്ചുകൊള്ളും, അവൻ മനസ്സിലായിക്കോളും. പിന്നെ അവനാണ് മൂല്യനിർണയം നടത്തുന്നത്, നമ്മളല്ല. അപ്പോൾ ആ മൂല്യനിർണയം അവൻ എന്ത് നടത്തണം എന്ന് മുൻകൂട്ടി തീരുമാനിച്ച് ഉത്തരങ്ങൾ എഴുതി തയ്യാറാക്കേണ്ട മുഴുവൻ പണിയും നമുക്കാണ്. അത് തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് വിട്ടുകൊടുക, പൊക്കോളുക. നമ്മൾ ആരെങ്കിലും എക്സാം എഴുതി കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ കുറച്ചും കൂടി മാറ്റി എഴുതാമായിരുന്നു എന്ന് തോന്നാറുണ്ടോ? എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എക്സാം എഴുതി കഴിഞ്ഞ് നമുക്ക് അങ്ങനെ തോന്നുന്നു? എല്ലാവരും എക്സാം എഴുതുന്നുണ്ട്. എക്സാം എഴുതി കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ അത് കുറച്ചും കൂടി മാറ്റി എഴുതാമായിരുന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതേപോലെ ജീവിതത്തിനെയും പഠിച്ചു തന്നെ ചെയ്യണം. ഞാൻ ഇന്നലെ ബിസിനസ് ക്ലാസ് തുടങ്ങിയപ്പോഴും പറഞ്ഞതാണ്, അറിഞ്ഞു ചെയ്യേണ്ട കാര്യമാണ് ബിസിനസ്. അതുപോലെ തന്നെ ജീവിതവും അറിഞ്ഞു ചെയ്യേണ്ടതാണ്. എത്ര പേർക്ക് അതറിയുന്നു എന്നത് മാത്രമാണ് വിഷയം. നാളെ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ എന്തൊക്കെയോ ആയി മാറുന്നു എന്നതിന് അപ്പുറത്തേക്ക് നാളെ ഇന്നതായിരിക്കണം എന്റെ ജീവിതം എന്ന് പാകപ്പെടുത്താൻ ഓരോരുത്തരും പറ്റും. യാതൊരു സംശയമില്ല. അത് സാധ്യമാണ്. അത് വളരെ സിസ്റ്റമായിട്ട് നമുക്ക് സാധ്യമാണ്. ഇന്ന് ഞാനിങ്ങനെ യൂട്യൂബ് വീഡിയോയിൽ ജസ്റ്റ് ഇന്നലത്തെ അല്ല മിനിഞ്ഞാന്നത്തെ വീഡിയോയിൽ വന്നപ്പോ ഒരാൾ ഒരു കമന്റ് ചെയ്തിരിക്കുന്നു. ഭയങ്കര രസം, എനിക്ക് നല്ല രസം തോന്നി. ഇത്രയാണ് കമന്റ്: വെറുതെ സമയം കളയാൻ വേണ്ടി ഇവിടെ ഇരിക്കുകയാണ്, കുറേ സമയം പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വെറുതെ സമയം കളയാൻ. അപ്പൊ ഞാൻ ആ സുഹൃത്തിന് ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ: സുഹൃത്തെ, ആരെങ്കിലും പിടിച്ചു കൊണ്ടിട്ട് ബലമായിട്ട് നിങ്ങൾ ഇവിടെ ഇരുത്തിയിട്ടൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ വെറുതെ ഇരിക്കുന്നത്? പണി വേറെ പരിപാടിക്ക് പൊക്കൂടെ എന്ന് ചോദിക്കും. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു: ഏതോ ഒന്നിന്റെ വാല് എത്ര വർഷം ഒന്നിലിട്ടാലും തിരിച്ചെടുക്കുമ്പോ അതുപോലെ ഇരിക്കും എന്ന് പറഞ്ഞ് ഞാനോട് വെച്ചു. കാരണം അങ്ങനെ പറയാതിരിക്കാൻ പറ്റും. ഞാൻ ആരെയും നിർബന്ധിച്ചിട്ടില്ല. ഞാൻ റിപ്പീറ്റഡ് ആയി പറയുന്ന വെച്ചാൽ ഞാൻ റിപ്പീറ്റഡ് തന്നെ പറയും. കാരണം എന്താ അറിയോ? അഫ്രിമേഷൻസ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് പറഞ്ഞിട്ട് മാത്രമേ ബ്രെയിനിൽ എന്തെങ്കിലും ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അല്ല എന്ന് ആർക്കും തോന്നുന്നുണ്ടെങ്കിൽ അവരോട് പറയാ, വെറുതെ സമയം കളയണ്ട, നിങ്ങൾ പൊക്കോളൂ, ഞങ്ങൾ ഈ സിസ്റ്റമേ ഉള്ളൂ. കാരണം നമ്മുടെ ബ്രെയിൻ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ റിപ്പീറ്റഡ് ആയി ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ സ്കൂളിൽ പഠിച്ചതും തറ തറ പന 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 എന്ന് 1ാം ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചത് 1000 തവണയൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ന് വലിയ പ്രൗഢിയിൽ ഞാൻ തറ അറിയാം, പന അറിയാം എന്നൊക്കെ പറയണം അല്ലെ. പന സ ഒക്കെ നമ്മള് ആ ഈ ഒക്കെ ഒരുപാട് തവണ പറഞ്ഞിട്ടാണ് അതൊക്കെ പഠിച്ചത്. അല്ലാന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പിന്നെ അവരോടൊന്നും പറയാനില്ല, വെറുതെ സമയം കളയണ്ടെന്നേ പറയാനുള്ളൂ. അതുകൊണ്ട് പറയുന്ന കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞ് എത്ര കണ്ട് പതിയുന്നു, പതിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പരിപാടി പൊക്കോട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ലൈഫിനെ പാകപ്പെടുത്താൻ കുറേ പ്രക്രിയയിലൂടെ പോകണം. അത് ചെയ്യുക തന്നെ വേണം. അപ്പൊ ഇന്ന് നമുക്ക് സന്തോഷത്തിൽ ഇന്നലെ നമ്മുടെ അംബികേച്ചി പാട്ട് പാടിയപ്പോ ആ പാട്ട് ഇത്രയും ആൾക്കാർ കേട്ടു, അവരെല്ലാം അപ്രീഷിയേറ്റ് ചെയ്തു. ഭയങ്കര കമന്റ് ആയിരുന്നു, നല്ലൊരു പാട്ട്. അത് അംബികേച്ചി അത്രയും കഴിവുള്ള ഒരു കലാകാരിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളൊരു ബ്ലെസ്സിങ് ആണ്. എന്റെ സഹോദരി എന്നതിനെ അപ്പുറത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഒരു ബ്ലെസ്സിങ് ആണ്. ഇപ്പോ അംബികേച്ചിയുടെ ചെറിയൊരു പാട്ട് നമുക്കിന്ന് കേൾക്കാം. അതുപോലെ തന്നെ ഇന്ന് നമ്മളുടെ AK കുമാർ എന്ന് പറയുന്നത് നമ്മുടെ അതുല്യനായ ഒരു കലാകാരനാണ്, സീരിയൽ നടനാണ്, അതുപോലെ തന്നെ നാടക നടനാണ്, ഒരു അധ്യാപകനാണ്. അങ്ങനെ പല മേഖലയിലും പ്രവർത്തിച്ച ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിന് ഒരു കൃഷ്ണഭക്തി ഗാനം ഇത് പാടാൻ എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അതും കൂടെ എന്താന്ന് വെച്ചാൽ
ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഞാൻ എപ്പോഴും പറയില്ല, വിനോദം, എന്റർടൈൻമെന്റ് ഭാഗമാണ്. പക്ഷെ ഒരു ദിവസം ഫുള്ളായിട്ട് എന്റർടൈൻമെന്റ് വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ സീരിയസ് കാര്യങ്ങളിൽ പോകുമ്പോൾ ഒന്ന് സെറ്റൊക്കെ ആയിട്ട് അത് ചെയ്യണമെന്നായിരിക്കും. അതിൻ്റെ ഇടയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇടയ്ക്കൊരു സമയത്ത് നമുക്ക് ഫുൾ ടൈം അതായാൽ പറ്റില്ല, കാരണം നമ്മുടെ ഫോക്കസ് അങ്ങോട്ട് നഷ്ടപ്പെടുന്നുണ്ട് പോകുന്നുള്ളതുകൊണ്ട്. അപ്പൊ നമുക്കത് പാട്ട് കേട്ടിട്ട് ബാക്കി കാര്യങ്ങളിൽ കിടക്കാമെന്ന് മാത്രം ഓർമ്മിക്കുന്നു. അപ്പൊ ആദ്യത്തെ ക്യാപ്സൂളൊക്കെ കഴിക്കുന്ന നമുക്ക് പാട്ട് കേട്ടിട്ട് കഴിക്കാം അല്ലെ? അപ്പൊ കുറച്ച് ഡോസ് കുറച്ച് കഴിച്ചാൽ മതി. കാരണം പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഡോപ്പമൈൻ ബൂസ്റ്റ്. അപ്പോൾ ടാബ്ലറ്റ്സ് വേണ്ടെങ്കിൽ കഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും കഴിക്കേണ്ട ആവശ്യമാണ്. അത് നമുക്ക് പിന്നെ കഴിക്കാം. നമുക്ക് ആദ്യം അമ്പിയച്ചിന്റെ ചെറിയൊരു നല്ലൊരു ഇത് കേൾക്കാം, സ്തുതി കേൾക്കാം. അത് കഴിഞ്ഞ് നമുക്ക് AK സാറിന്റെ ഒരു സ്തുതിയും കൂടി കേൾക്കാം, എന്നിട്ട് പോകാം. അമ്പിയച്ചി, ഓവർ ടു യു. ജസ്റ്റ് കമാൺ. ഇന്ന് ശബ്ദം റെഡിയുണ്ടോ? അൺമ്യൂട്ട് ചെയ്ത്. അവിടെ ഉണ്ടോ? വീട്ടിലുണ്ടാ? അമ്മയുടെ അടുത്തുണ്ടാ? അമ്മയുടെ അടുത്തുണ്ടാ? ഓക്കെ. അവിടെ കുഴപ്പമില്ലല്ലോ? ഇച്ചിരി അടുത്ത് നിന്നോ, സൗണ്ട് കുറച്ച് ദൂരം പോണ്ട. ഓക്കെ, അതങ്ങനെ നിന്നാ. തിരുവാറിന്മുള കൃഷ്ണ നിന്നോമൽ തിരുമുഖം കണി കണ്ടു നിൽക്കുമ്പോൾ എന്നെ മറക്കുന്ന ദുഃഖം മറക്കുന്നു, എല്ലാം മറക്കുന്നു ഞാൻ, ഇന്നെല്ലാം മറക്കുന്നു ഞാൻ. അഴലിൽ പെടുന്നോർക്കും കരകേറാൻ അവിടുത്തെ മിഴിയിലെ കാരുണ്യം മതിയല്ലോ. അഴലിൽ പെടുന്നോർക്കും കരകേറാൻ അവിടുത്തെ മിഴിയിലെ കാരുണ്യം മതിയല്ലോ. എരിയും കുളിരേകാനായി നറു ചിരിയൊന്നു മാത്രം മതിയല്ലോ. തിരുവാറിന്മുള കൃഷ്ണ നിന്നോമൽ തിരുമുഖം കണി കണ്ടു നിൽക്കുമ്പോൾ എന്നെ മറക്കുന്ന ദുഃഖം മറക്കുന്നു, എല്ലാം മറക്കുന്നു ഞാൻ, ഇന്നെല്ലാം മറക്കുന്നു ഞാൻ. താങ്ക് യു. ഇന്നെല്ലാം മറക്കുന്നു ഞാൻ. ആ തിരുമുഖത്തെ പറ്റി ഓർക്കുമ്പോൾ നമുക്കെല്ലാം മറന്നേ പറ്റുള്ളൂ. നമ്മൾ എല്ലാം മറന്നുപോകും. അത് അങ്ങനെയാണല്ലോ. നമ്മളെയൊക്കെ എന്താ പറയാ, അങ്ങനെയാണ് നമ്മളെയൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. താങ്ക് യു ബീച്ച്. വിൽ ബാക്ക് വൺസ് അഗൈൻ. നമുക്ക് AK സാറിന്റെ ഒരു AK കുമാർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് സാർ. അപ്രിസിയേഷൻ പോരട്ടെ. അങ്ങനെ അത് കാണാൻ പറ്റില്ല എനിക്ക്. AK കുമാറിനെ എവിടെ ഇല്ലേ? മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. യെസ്. വീഡിയോ ഓൺ ചെയ്യൂ. യെസ്, അൺമ്യൂട്ട് ചെയ്യും. റെഡി? ഓക്കെ സാർ. ഞാന് അമ്പിയച്ച് പാടിയതല്ല, ഒരു സ്വല്പം മ്യൂസിക് പെട്ടിയൊക്കെ ഉണ്ട് ഇതില്. വെരി ഗുഡ്. സാർ ആദ്യം സാറിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ചെയ്യുന്നതാണ് നമുക്ക്. ഞാൻ അത്രയും പറഞ്ഞില്ല, കുറച്ച് കാര്യം ഞാൻ പറഞ്ഞോളൂ. ഞാനൊരു അധ്യാപകനാണ്. റിട്ടയർ ചെയ്തു. 10 വർഷമായി റിട്ടയർ ചെയ്തിട്ട്. ചില്ലറ നാടകം, സീരിയൽ, സിനിമ ഇങ്ങനെയൊക്കെയുള്ള അഭിനയവും പ്രൊഡക്ഷനും ഒക്കെ ഉണ്ട്. വെരി ഗുഡ്. ഗ്രേറ്റ് ടു സീ യു ഹിയർ. ഓക്കെ സാർ. ഇതെവിടെ സ്ഥലം? സാറിന്റെ കൂടെ വന്നിട്ട് 15 ദിവസമേ ആയുള്ളൂ. സാറിന്റെ സ്ഥലം എവിടെ? ഞാൻ തിരുവനന്തപുരമാണ്. ഇപ്പൊ താമസം എറണാകുളം. സാർ പറയും. ഓക്കെ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണൊരു മാലയ്ക്കായി ഒട്ടാത്ത നൂലിൽ കെട്ടി എന്നും ചാത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണൊരു മാലയ്ക്കായി
പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താം ഞാൻ തുളസിക്കരുതുള്ളിയെടുത്ത കണ്ണൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താം ഞാൻ തുളസിക്കരുതുള്ളിയെടുത്ത കണ്ണൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താം ഞാൻ തുളസി കരുന്നുള്ളിയെടുത്ത കണ്ണാ 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 കാർവർണ്ണൻ തന്നുടമേനി കായാമ്പൂ പൂ വിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം കാർവർണ്ണൻ തന്നുടമേനി കായാമ്പൂ പൂ വിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം കാർവർണ്ണൻ തന്നുടമേനി കായാമ്പൂ പൂ വിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം ആനന്ദം പരവേശം കണ്ണാടിയ ലീലകളും നോടിയാടൂലേ കണ്ണാടിയ ലീലകളും നോടിയാടൂലേ കണ്ണാടിയ ലീലകളും നോടി ആടൂലേ ഒന്നോടി ആടൂലേ കണ്ണാ 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 തുളസിക്കരുന്നുള്ളിയെടുത്ത കണ്ണൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താം ഞാൻ തുളസിക്കരുന്നുള്ളിയെടുത്ത കണ്ണാ 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 ചന്തത്തിൽ കണ്ണെഴുത്തി ചന്ദന പൊട്ടും കുത്തി പൊന്മയിൽ പീലി കുത്തിയ കണ്ണാമി വിളയാടൂ ചന്തത്തിൽ കണ്ണെഴുതി ചന്ദന പൊട്ടും കുത്തി പൊന്മയിൽ പീലി കുത്തിയ കണ്ണാമി വിളയാടൂ എന്നുള്ളിൽ വിളയാടൂ കണ്ണാമി ആടിയ ലീലകളൊന്നോടിയാടുകേ കണ്ണാമി ആടിയ ലീലകളൊന്നോടിയാടുകേ കണ്ണാമി ആടിയ ലീലകളും ഓടി ആടുലേ ഒന്നോടി ആടുലേ കണ്ണാ 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 കണ്ണാ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്, താങ്ക് യു. വണ്ടർഫുൾ. നമ്മൾ ടൈം കൂടി നോക്കണമല്ലോ, അതുകൊണ്ടാണ്. താങ്ക് യു. വണ്ടർഫുൾ വണ്ടർഫുൾ വണ്ടർഫുൾ. സഹദേവൻ അല്ലെ, സഹദേവൻ പോറ്റി സാർ. എനിക്ക് തോന്നുന്നത് കെടാമംഗലമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ അതിനെ ആലപിച്ച് ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും നന്നായിട്ട് ഞാൻ ആസ്വദിച്ചിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ പാടിയിട്ടുണ്ട്. പക്ഷെ കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നുകൂടി ആടൂലേ, അതാണ് പ്രധാനം നമുക്കല്ലേ. നമുക്ക് എപ്പോഴും ജീവിതത്തിൽ വേണ്ടത് അതിനെ കണക്ട് ചെയ്തിട്ടാണ്. അവനാടിയ ലീലകൾ ഒന്നുകൂടി
അതുപോലെ നമുക്കും ലൈഫിൽ ആ ഒരു കാലഘട്ടത്തെ ഒന്നുകൂടി ആടാൻ സാധിച്ചാൽ മനോഹരം. താങ്ക് യു വിത്ത് റിലവൻറ്റ്. താങ്ക് യു സാർ വെരി മച്ച്. രണ്ടുപേരും അത് രണ്ടും കൃഷ്ണഭക്തിയിൽ തന്നെ ആയതുകൊണ്ട് ഏറെ സന്തോഷം. നമുക്ക് തിലകൻ സാറ് ഇപ്പൊ പറഞ്ഞു എനിക്ക് ഒരു ദിവസം ഒന്ന് ഒരു സ്തുതി പാടാൻ സമയം തരുമോ? തീർച്ചയായിട്ടും നമുക്ക് പരിഗണിക്കാം. അടുത്ത മഹാദേവനെ പറ്റി ആയിക്കോട്ടെ. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത് ആദ്യം മഹാദേവൻ, അത് കഴിഞ്ഞ് കൃഷ്ണൻ. കാരണം അങ്ങനെയാണല്ലോ ലൈഫ്. അപ്പോ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെപ്പോഴും തുളസിക്കതിർ നുള്ളി എടുക്കുന്ന മാത്രമല്ല, അതിങ്ങനെ ചെവിയിലൊക്കെ വെച്ച് നെറ്റിയിലൊക്കെ വെച്ച് പോകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മഹാ അനുഭൂതി ഉണ്ട്. ആ ഔഷധ അനുഭവം, എന്താ പറയാ, അതൊക്കെ നമുക്ക് എപ്പോഴും അനുഭവിക്കാൻ സാധിക്കണം. അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി കാണാറ്. ഇത്തരം ആരാധനകളും അല്ലെങ്കിൽ ഇത്തരം ഭക്തി സാന്ദ്രതയും ഒക്കെ മനസ്സിന്റെ നിർമ്മലത അല്ലെങ്കിൽ നിർമാല്യം നമ്മൾക്ക് അനുഭവിപ്പിച്ചു തരുന്നതാണ്. എന്തുകൊണ്ട് ഗുരുവായൂർ തൊഴാൻ പോകുന്ന ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, അവിടുത്തെ അന്തരീക്ഷം, അവിടുത്തെ ആ ഒരു കൃഷ്ണഭക്തിയിൽ ലയിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെപ്പോഴും നമ്മുടെ ജീവിതത്തിന് ഭാഗമാക്കി നിർത്താം. അതുപോലെ ജീവിതത്തെ എപ്പോഴും നമ്മുടെ ആ രസത്തിലൂടെ കൊണ്ടുപോകാൻ സാധിക്കണം. അങ്ങനെയാണ്, അതാകുമ്പോൾ ജീവിതം നമുക്ക് നന്നായി മാറും. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയവും ഇതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ പോകാം നമുക്ക്. അതാണ് ഏറ്റവും രസമുള്ളത്, അല്ലേ? കണ്ണനെ സംബന്ധിച്ചും പറയാൻ, തന്റെ ജീവിതം മുഴുവനായിട്ടും എഴുതി തയ്യാറാക്കിയ വ്യക്തി എന്നല്ലേ. ഒരു യുദ്ധക്കളത്തിൽ നിന്നുകൊണ്ട് ഒരാൾക്ക് കൊടുത്തൊരു ഉപദേശം ഇന്നും ലോകം മുഴുവൻ വാഴ്ത്തപ്പെടുന്ന രീതിയിലായിട്ടുണ്ടെങ്കിൽ ആ ഉപദേശത്തിന്റെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കും. എത്രയായിരം വർഷങ്ങൾ നമ്മൾ എത്രായിരം വർഷം കഴിഞ്ഞാലും അതിന് യാതൊരു മാറ്റവും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അതെ മഹത് ഗ്രന്ഥങ്ങളുടെയൊക്കെ പ്രത്യേകത അതാണ് മഹത് ഗ്രന്ഥങ്ങളുടെ പ്രത്യേകത. അപ്പൊ അതിലേക്ക് പോകില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ അവനവന്റെ കഥ തിരുത്തി എഴുതുക. അതിനു മുമ്പ് ഇന്നലത്തെ കുറെ ആൾക്കാർ ബാക്കി എന്തൊക്കെയോ ഗുഡ് ന്യൂസ് പറയാൻ ബാക്കി വെച്ചവരുണ്ട്, അല്ലെ? ആരൊക്കെയോ ബാക്കി പറഞ്ഞ ചെറിയ ഇപ്പൊ പറഞ്ഞ ഒരാള് എത്ര 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 രൂപ കിട്ടിയെന്ന് പറഞ്ഞ് നേരത്തെ ആള് പറഞ്ഞു 35,000 40,000 രൂപ കിട്ടിയെന്ന് പറഞ്ഞു. അതുപോലത്തെ ഇന്നലെ ശ്രീജ എന്തോ പറയാനുണ്ടെന്ന് പറയണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആൾക്കാർ എടുക്കാൻ പറ്റിയില്ല. ആരൊക്കെ പറയാനുള്ളത്? യെസ്, അൺമ്യൂട്ട് ചെയ്തോളൂ. ജസ്റ്റ് പറയാനുള്ള ഒരു ഹാൻഡ് റൈസ് ചെയ്തേ, പെട്ടെന്നാണേ. പറയാനുള്ള ഒരു ഹാൻഡ് റൈസ് ചെയ്തോ. യെസ്, സുധാകുമാരി പറഞ്ഞു ഫസ്റ്റ്. സാറേ, ആ. 2025 തുടങ്ങിയതേ ചെറിയ ചെറിയ എമൗണ്ടുകളായിട്ട് പൈസ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഓരോ ദിവസവും. വെരി ഗുഡ്. ഡെയിലി ഇങ്ങനെ പൈസ വന്നുകൊണ്ടേ ഇരിക്കുന്നു. ആ പൈസയുടെ എമൗണ്ട് കൂടട്ടെ എന്നുള്ളതാണ് ഇനിയത്തെ പ്രാർത്ഥന. അതാണല്ലോ നമ്മളന്ന് പറഞ്ഞത്, കോഴിക്കോട് പറഞ്ഞത് എമൗണ്ട് കൂട്ടിപ്പിടിക്കും. ചെറുതിൽ കളികളില്ല. നമ്മള് വലുത് കളികളെല്ലാം വലുതിൽ അതെ മാത്രം. അതെ, ചെറുതിലെ കളിയല്ല, ഇനി വലിയ വലിയ കളികളാണ് വേണ്ടുന്നത്. ഇനി ആ സ്ഥലത്തിന്റെ വിൽപ്പനയാണ് പ്രധാനം. അത് നടന്നോളൂ. ഡോണ്ട് ഫോഴ്സ് ഇറ്റ്. നിങ്ങൾ ഒരു സംഭവം പിടിച്ചു വെക്കരുത്, വിട്ടോളൂ. ഇല്ല, വിട്ടുകൊടുത്തേക്കാണ്. ഞാൻ ഇങ്ങനെ ഡേറ്റ് ഡിസംബർ 31 എഴുതി, നടന്നില്ല. അപ്പൊ ഞാൻ ജനുവരി 25 എഴുതിയിട്ടേക്കാണ്. ഇപ്പൊ എത്ര വലുതാണോ മറ്റേത് ഓഗസ്റ്റ് 30 ഇട്ടേക്കാണ്, 2 സ്ഥലം. അങ്ങനെ അഫർമേഷൻ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് ആ പറ്റ പൈസ കിട്ടാണ്ടല്ലോ കമ്പനിയുടെ, അതും ഇങ്ങനെ എഴുതി വെച്ചോണ്ടിരിക്കുന്നു. അതിന്റെ ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. അതാണ്, അത് കൊടുത്തു തീർത്താലേ എന്റെ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. മറ്റുള്ളവരുടെ പൈസയും കൂടി ഉണ്ടല്ലോ. അതിന് സമയമെടുക്കും. അതിന് സമയം, അതൊരു പ്രോസസ്സാണ്. അത് പ്രോസസ്സാണ്. അങ്ങനെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇല്ലേ, അത് പറ്റില്ല, അതറിയാം. അതെല്ലാവരും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും അതിന് വെയിറ്റ് ചെയ്തേ പറ്റും. മറ്റേതൊക്കെ പോലെയല്ല, ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആ സിസ്റ്റത്തിലൂടെ തന്നെ പോകണം. അതിനെ മറ്റൊരാൾക്ക് തിരുത്താൻ പറ്റും. അത് മകന്റെ ശമ്പളം അതുമാണ് പ്രധാനം. എല്ലാം അതിന്റെ സിസ്റ്റത്തിലൂടെ പോസി. നമ്മൾ ഒന്നിനെയും പിടിച്ച് വലിക്കരുത്. വലിച്ചാൽ എന്താ പറയാ, നമ്മള് മൂപ്പാവാതെ പഴുത്താൽ ഒരു രുചി ഉണ്ടാവില്ല. അപ്പൊ കുറച്ച് അതൊക്കെ ആവശ്യമാണ്. സോ ജസ്റ്റ് വെയിറ്റ് ഫോർ ഇറ്റ്, ഇറ്റ് വർക്ക് ചെയ്യും. ഇപ്പൊ നമുക്ക് ഒരു സൈഡ് വരുന്നുണ്ടല്ലോ, ഒരു സൈഡ് നമ്മൾ ഒന്നും മുട്ടാതെ നടക്കണ്ടല്ലോ. അതിന് തന്നെ താങ്ക് യു. വളരെ നന്നായിട്ട് പോട്ടെ. അപ്പൊ ശ്രീജ പറ.
നമസ്കാരം സാർ. എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് പറയാൻ. അപ്പൊ എപ്പോഴും എല്ലാരും കുറേ പറയുമ്പോ സമയം ഇങ്ങനെ പോകുന്നതല്ലേ, അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നത്. നീ സാരി കിട്ടിയതും ഉം. ചുരിദാർ കിട്ടിയതെന്നും പറയണ്ട, ബാക്കി പറ. അതൊന്നുമില്ല. പിന്നെ സാറിന്റെ ക്ലാസ്സിന് വന്നില്ലേ കോഴിക്കോട്? അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ ഒരു കുപ്പിയിൽ എഴുതിയിടുന്നുണ്ട്, പിന്നെ കിട്ടിയ പൈസ അതുപോലെ ഞാനൊരു ബോട്ടില് കുറച്ച് ഇങ്ങനെയുള്ള ഒരു ബോട്ടില് അത് കൊള്ളുന്ന അറിഞ്ഞു, എല്ലാം 500-ന്റെ നോട്ടാന്ന് ഇട്ടത് ഞാൻ. അപ്പം എണ്ണി നോക്കിയിട്ട് ഞാൻ സാറിനോട് എത്ര എന്ന് പറയാം. അപ്പൊ ഞാൻ പൊട്ടിച്ചിട്ടില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഡെയിലി എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സാറ് മുന്നാന്ന് ഒരു 60 സെക്കൻഡിന്റെ പറഞ്ഞില്ലേ, അപ്പൊ ഒരു ദിവസം 2000, പിന്നെ 1500 അങ്ങനെ കിട്ടി പൈസ. അങ്ങനെ കുറെ ഇനിയിപ്പോ ഇതിലെ ചെറുതല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു വലിയ വലിയ കിട്ടുമ്പോ ഇനി സാറിനോട് പറയാം. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ചെറുതിനും വിലയുണ്ട്, ചെറുതും അതിൻ്റെതായ വിലയുണ്ട്. അല്ല, ചെറുതിന് വിലയുണ്ട് എപ്പോഴും പറയുന്നുണ്ടല്ലോ സാറിനോട്. അപ്പൊ ഇനി വലിയ വലിയത് കിട്ടുമ്പോ സാറിനോട് പറയാം. ഓരോ അങ്ങനെ നിമിഷം വിചാരിച്ചു. കിട്ടുന്നതിൽ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അപ്പൊ പതുപതി കിട്ടും. നന്ദി പറയുന്നുണ്ട് എപ്പോഴും. മെഡിറ്റേഷൻ 2020 പിന്നെ 7 ചക്ര അതെല്ലാം ചെയ്തതല്ലേ. ഉം. ഇപ്പൊ ഡെയിലി ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കൊരു യോഗയുണ്ട്, യോഗ ക്ലാസ്. അപ്പൊ അതിൽ തന്നെ ഏകദേശം നല്ല ഇതാണ് രാവിലെ. Yes. അല്ലെങ്കിൽ Thank you. സാറിന്റെ ക്ലാസ് ഞാൻ കയറിയതിന് ശേഷം എനിക്ക് നല്ല അനുഭവങ്ങൾ തന്നെ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ എന്റെ ബന്ധുക്കളോടും പിന്നെ എല്ലാവരോടും ഇങ്ങനെ പറയുന്നുണ്ട്. ഏകദേശം ഇപ്പൊ എല്ലാവരും കയറുന്നുണ്ട് സാറിന്റെ ക്ലാസ്സിന് വേണ്ടി. ക്ലാസ്സിൽ ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഞാൻ സാറിനോട് ഇങ്ങനെ പറയുന്നതെല്ലാം കേട്ടിട്ടേ എന്നോട് പറഞ്ഞു, നിന്റെ സൗണ്ട് കേട്ടു ഞാൻ യൂട്യൂബില്. അപ്പൊ ഞാൻ നോക്കിയപ്പോ നിന്നെ കണ്ടു. എന്നിട്ട് എന്നോട് രാവിലെ വിളിച്ചിട്ട് സാറിന്റെ നമ്പർ, അഡ്മിന്റെ നമ്പർ വെച്ചിട്ടുണ്ട്, രാധികാവിന്റെ നമ്പർ ഞാൻ കൊടുത്തു. എന്നിട്ട് ജോയിൻ ആയിട്ടുണ്ട് ഇത് അതല്ലേ, ഇപ്പൊ. ആ അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഇതാണ്. വെരി അപ്പൊ ഗുഡ്. കുറെ ആള് ഏകദേശം കണ്ടിട്ട് സാറിന്റെ ക്ലാസ്സിൽ കയറുന്നത്. എല്ലാവർക്കും അതിന് പ്രത്യേകത ഉണ്ട് സാറിന്റെ ക്ലാസ്സിൽ എന്നാണ് എന്റെ ഫ്രണ്ട് പറഞ്ഞത്. ആ, അങ്ങനെയാണ്. താങ്ക് യു സാർ, താങ്ക് യു. താങ്ക് യു. ഒരാൾ പറഞ്ഞത് ഭയങ്കര രസമുള്ള ഹലീമ എനിക്ക് രാവിലെ തന്നെ മെസ്സേജ് അയച്ചതാണ്. ഇന്നലെ ഞാനൊരു ടെക്നിക്ക് പറഞ്ഞു കൊടുത്ത ഹലീമയ്ക്ക് ഇന്നലെ വൈകിട്ട് 50,000, കുറച്ചു കാലമായിട്ട് കിട്ടാനുള്ള പൈസയായിരുന്നു. 50,000 രൂപ കിട്ടൂല സാറേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഈ ഒരു ടെക്നിക്ക് ഒന്ന് എഴുതിക്കോ, കയ്യിൽ എഴുതിയിട്ട് രാവിലെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പറ എന്ന് പറഞ്ഞ് കയ്യിൽ എഴുതി. നമ്മൾ ക്ലാസ്സിൽ ഇവിടെ യൂട്യൂബാണ് കാണുന്നത്. ഇപ്പൊ വന്നിട്ടുണ്ട് ക്ലാസ്സിൽ കമന്റ് ചെയ്ത്. ഹലീമ അൺമ്യൂട്ട് ചെയ്യോ? അവിടുന്ന് സൗകര്യം ഉണ്ടോ? ഹലോ, അൺമ്യൂട്ട് ചെയ്യുന്നുണ്ടോ ചെയ്തോ, അല്ലെങ്കിൽ ഞാൻ പറയണോ നിങ്ങൾ പറഞ്ഞോ? ഹലോ സാർ. ആ ഹലീമേനെ വിളിച്ച. ഹലീമേന, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഇല്ലല്ലോ, ഓക്കെ. ഹലീമ അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. ഹലീമ കുറച്ച് കാശ് ഒരു സ്ഥലത്ത് കുറെ കാലങ്ങൾ സ്ട്രക്ക് ചെയ്ത് കിട്ടുന്നതാണ്. അങ്ങനെയാണ് എൻ്റെ അടുത്ത് 1-to-1 വന്നത്. അപ്പൊ ഞാൻ കാര്യങ്ങൾക്ക് സംസാരിച്ചു. പിന്നെയും അതിനൊരു വഴി കണ്ടില്ല. അങ്ങനെ പെട്ടെന്ന് പൈസ കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ആ മറ്റേ ടെക്നിക്ക് ഉണ്ടല്ലോ, 1-to-1 എന്ന് പ്രയോഗിക്കാൻ വേണ്ടി പറഞ്ഞു. രാത്രി ചെയ്തിട്ട് കിടന്നോളാൻ പറഞ്ഞു. രാവിലെ കിട്ടുന്നതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ രാവിലെ എഴുന്നേറ്റ് നോക്കി ഗൂഗിൾ പേയിൽ പൈസ വന്നിട്ടുണ്ടോ, പക്ഷെ വന്നില്ല. ഉച്ചയാകുമ്പോഴേക്കും അന്ന് തന്നെ കിട്ടി. 50,000 രൂപ കിട്ടി എന്നാണ് ഇപ്പൊ അത് കമന്റ് ചെയ്തിരിക്കുന്നു. കാരണം എനിക്ക് ഇന്നലെ 50,000 രൂപ കിട്ടി. കുറെ നാളായി തരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഓരോ കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. മിഞ്ഞാന്ന് സാറ് പറഞ്ഞ ടെക്നിക്ക് ചെയ്തു. അടുത്ത ദിവസം ക്യാഷ് കിട്ടി. ഭയങ്കര സന്തോഷം. നമ്മുടെ 1-to-1 ടെക്നിക്കാണ്. സൂപ്പറായിട്ട് വർക്ക് ചെയ്തു. താങ്ക് യു അലിമ. ഇനിയും ബാക്കിയുള്ള കാശും കൂടി ഇതേപോലെ എല്ലാം പെട്ടെന്ന് വരട്ടെ. 12 ലക്ഷം മറ്റാണ് കിട്ടാനുള്ളത്. മുഴുവൻ വരട്ടെ കേട്ടോ. താങ്ക് യു. വിശ്വനാഥന്റെ ആരെ പറഞ്ഞ് സംസാരിച്ച അവിടുന്ന് പറഞ്ഞു? വൈഫാണ്, പറ. എന്തായി? ഗുഡ് ന്യൂസ് ഉണ്ടോ? പറ. ഗുഡ് ന്യൂസ് പറയാനായിട്ടില്ല സാർ, ഞങ്ങളത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വീട്ടിന്റെ ഏട്ടിയമ്മ അങ്ങനെ മരണപ്പെട്ടു. അപ്പൊ ഇന്നലെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ. ഇന്നിപ്പോ ഇത്ര നേരമായിട്ട് ഇപ്പൊ അവരവിടെയൊക്കെ തന്നെ ആയിരുന്നു. ഇപ്പൊ വന്നിട്ട് ഇപ്പൊ സാറിന്റെ ക്ലാസ് വെച്ച് ഞങ്ങൾക്ക് സമാധാനം, ആശ്വാസമൊക്കെ കിട്ടുന്നുണ്ട്. വെരി ഗുഡ്. അങ്ങനെ എഴുതി വെച്ചിട്ട് 25-ാം തീയതി ഞങ്ങള് വീട് വിളിക്കണം. ഞങ്ങൾ കഷ്ടപ്പാടൊക്കെ തീർന്ന് ഞങ്ങൾക്ക് പുതിയൊരു വീട് ഫെബ്രുവരി 20-ാം തീയതി ആകുമ്പോൾ ഞങ്ങൾ പുതിയ വീടും സ്ഥലവും വാങ്ങിക്കണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ 60 സെക്കൻഡിൽ ഞങ്ങൾ പറയണുണ്ട്. റിസൾട്ട് കിട്ടുന്ന നല്ല വിശ്വാസമുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. കീപ് ഇറ്റ്. അല്ല, അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും അങ്ങനെ സാറ് എഴുതിയിടണമെന്ന് പറഞ്ഞില്ല, അതെന്താന്ന് സാറൊന്ന് പറഞ്ഞു തരാൻ പറ്റും? എന്റെ യൂട്യൂബ് വീഡിയോ നോക്കിയാൽ മതി. കുറെ വീഡിയോസ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ നോക്കി വായിച്ചോ, കേട്ടോളൂ.
അതെല്ലേ. സാധിച്ചാൽ മതി. ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ ഞങ്ങൾക്ക് പ്രത്യേകിച്ച്? വേറെ എന്തെങ്കിലും ഞങ്ങൾ ചെയ്യണോ? യൂട്യൂബ് വീഡിയോസിൽ 2-3 വീഡിയോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ട് ടെക്നിക്ക് പറഞ്ഞിട്ട് അതൊന്ന് വായിച്ചു എടുത്തോളൂ. ആ ശരി. പിന്നെ ഇവർക്ക് ഇപ്പൊ എന്റെ ഹസ്ബൻഡിന് കുറച്ച് ഗൾഫിൽ പോകാൻ വേണ്ടി കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാള് പൈസ തരാന്ന് പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ പറഞ്ഞു അതന്നല്ലേ പറ്റിക്കാണ്. അത് തന്നെയല്ലേ ഈ പറഞ്ഞ കാര്യം. അതെല്ലാം കിട്ടാനുള്ള ടെക്നിക്കുകൾ ജസ്റ്റ് നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യാം, അപ്പൊ കിട്ടും കേട്ടോ. ആ ഇല്ലെങ്കിൽ ഇവിടെ ക്ലാസ്സിൽ ഇങ്ങനെയുള്ള ക്ലാസ്സിലൊക്കെ വിഞ്ഞാത്ത ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു ഒരു ടെക്നിക്ക്. ഇന്ന് ടെക്നിക്ക് പഠിപ്പിക്കുന്നില്ല. ഇങ്ങനെ ഇടക്കിടക്ക് വരുമ്പോൾ ആ ടെക്നിക്കുകളൊക്കെ പഠിപ്പിക്കും. അപ്പൊ അത് ഉപയോഗിക്കുമ്പോൾ ആൾക്കാർ ഇന്നത്തെ ക്ലാസ് മിനിയാന്നുണ്ടായിരുന്നല്ലോ ടെക്നിക്ക്. ഓക്കെ, താങ്ക് യു. മറ്റുള്ളവർ സംസാരിക്കട്ടെ, സമയം പോട്ടോ. സാർ ഒരു ഹാപ്പി ന്യൂസ് പറഞ്ഞോട്ടെ. ആ പറഞ്ഞോ. ഞാൻ സാറിനോട് ഇന്നലെ പറഞ്ഞത് എനിക്ക് 25 കുട്ടികള് അഡ്മിഷനായി. ഇപ്പൊ ഞാൻ ഹോസ്റ്റലിൽ നിന്നാ സംസാരിക്കുന്നത്. ഇന്ന് എനിക്ക് 5 കുട്ടികൾ ജോയിൻ ചെയ്തു. ഞാൻ വണ്ടർ അടിച്ചു പോയി. ഇത് രാവിലെ ഞാൻ വന്നിരുന്നിട്ട് 5 കുട്ടികൾ ഇന്ന് ജോയിൻ ചെയ്തു. 30 ആയി. ഒരൊറ്റ ദിവസം കൊണ്ട് 24 മണിക്കൂർ പോലും ആയിട്ടില്ല. ഇന്നലെ എനിക്ക് വളരെ വെരി ഗുഡ്. സന്തോഷം. അപ്പൊ ഇന്നലെ ഞാൻ ഇന്നലെ ഈവനിങ്ങിൽ സാറിന് 25 പറഞ്ഞു. പക്ഷെ ഇന്ന് എനിക്ക് 5 കുട്ടികളെ ജോയിൻ ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മുടെ ലക്ഷ്യം താങ്ക് യു സാർ. 100. ഇപ്പൊ 100 പോരാനായില്ല. ഇന്നലത്തെ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞപ്പോ 100 പോരല്ലോ. തീർച്ചയായിട്ടും സാർ. 100 റീറൈറ്റ് ചെയ്യല്ലേ? എനിക്ക് തീർച്ചയായിട്ടും 100 തന്നെ. അതിനകത്ത് മാറ്റമില്ല. 100 എത്തിയിട്ടേ എത്തണം നമുക്ക്. 100 ഒക്കെ ഇപ്പൊ ഈസിയാണ്. തന്നെ ഈ വർഷത്തിന് ഈസിയാണ്. ഈസി ആയിട്ട്. ഓക്കെ വെരി ഓക്കെ ഗുഡ്, സാർ. വെരി ഗുഡ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. ആ എന്താണ് വനജാദേവി പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോളൂ. ഒരു മിനിറ്റ് സുഷമ, സാറേ ഒരു മിനിറ്റ്. ഞാൻ വനജ നിങ്ങളെ വിളിക്കാം. സാറേ എനിക്ക് അച്ചാറിന്റെ ഓർഡർ ആയിട്ട് ഡെയിലി 1000, 500, 2000 ആയിട്ട് കിട്ടുന്നുണ്ട്. ആ സന്തോഷവാർത്ത എന്ന് പറയാൻ വേണ്ടി വെരി അൺമ്യൂട്ട് ഗുഡ്. ചെയ്തതാണ്. ഇനിയും കൂടുതൽ അച്ചാർ ഇപ്പൊ ഡെയിലി വരുന്നുണ്ട്. ഇനി എനിക്ക് ഡെയിലി തരാൻ പറ്റിയ സാധനമൊക്കെ എടുത്തു വെച്ചേക്കണേ. ഉണ്ടകളൊക്കെ ഉണ്ട്. എടുത്തിട്ടുണ്ട്. എനിക്കത് എങ്ങനെ അങ്ങോട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചു തന്നേനെ. എന്ത് ചെയ്യും? ഞാൻ വേണ്ട, എന്നും സമയമാകുമ്പോ നമ്മൾ നേരിട്ട് കാണും, ഒപ്പം മേടിക്കും. ഓക്കെ ഓക്കെ അപ്പോഴേക്കും തീർച്ചയായിട്ടും. കുറെ താങ്ക് യു ഓർഡർ. താങ്ക് യു സാർ. തീർച്ചയായിട്ടും. വെരി ഗുഡ്. എന്റെ ജോലി തയ്യലാണ്. ഓക്കെ. നമ്മുടെ ഗീതാമയി മണി പറഞ്ഞോ. ഗുഡ് ഈവനിങ്. ഞാൻ എന്റെ മോള് ഒരു ടെസ്റ്റ് ആയിരുന്നു കേരള കേരള പ്ലാനിംഗ് ബോർഡിലെ. ആ ടെസ്റ്റിന് വിളിച്ചപ്പോ തൊട്ട് തന്നെ ഞാൻ അഫർമേഷൻ എഴുതുന്നുണ്ടായിരുന്നു. അപ്പൊ അതില് റാങ്ക് ലിസ്റ്റില് വന്നിട്ടുണ്ട്. വളരെ സന്തോഷം തന്നെ. അതിന്റെ ഈ ജനുവരി 23, 24, 25 തീയതികളിലാണ്. അത് ഏത് ഡേറ്റ് കറക്റ്റ് പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ഇന്റർവ്യൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലി ഉറപ്പാണ്. സാറിന്റെ ബ്ലെസ്സിങ്സ് വേണം ഒന്നാമതായിട്ട്. പിന്നെ അടുത്തത് സാറിന്റെ 1 to 1 ടെക്നിക്ക് പ്രയോഗിച്ച് എനിക്ക് കിട്ടാനുണ്ടായിരുന്ന ഒരു 30,000 രൂപ അടുത്ത ദിവസം എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാൽ തിരിച്ച് ഉടൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതൊരു വലിയ സന്തോഷമായ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സുഷമ പറഞ്ഞോ. പറഞ്ഞു സുഷമ. സാർ ഇന്നലെ ഞാൻ പരാതി പറഞ്ഞാണ് സാറിനോട് എനിക്ക് എഴുതിയിട്ടൊന്നും ആയില്ലാന്ന്. പക്ഷെ അത് പറഞ്ഞങ്ങട് ഒരു 10 സെക്കൻഡ് ആണൊക്കെ പറഞ്ഞ് എനിക്ക് 3750 രൂപ ഒരു ചെറിയൊരു പൈസ അവിടെ കാര്യം അപ്പൊ തന്നെ വന്ന്. അത് കഴിഞ്ഞ് പ്രതീക്ഷിക്കാതെ ഞങ്ങളെ കാറ് നല്ല ഒട്ടും അപ്പൊ ഞാൻ 1 to 1 അത് എഴുതി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം സാറ് പറഞ്ഞപ്പോ തന്നെ. പ്രതീക്ഷിക്കാതെ കാറ് ഒരു പുതിയ കാറ് മേടിക്കണമായിരുന്നു. അപ്പൊ കാറിന്റെ കച്ചവടം, പഴയ കാറിന്റെ കച്ചവടം ഈ നഷ്ടമില്ലാത്ത രീതിയിൽ പോയ സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. സാറിന്റെ ടെക്നിക്ക് ചെയ്തതോടുകൂടിയാണ് അങ്ങനെ പറ്റിയത്. പിന്നെ എനിക്കൊരു 5 ലക്ഷം രൂപ ഒരാൾ വായ്പ മേടിച്ചത് അത് കിട്ടിയിട്ടില്ല. തരാന്ന് പറയല്ലാതെ ഇങ്ങോട്ട് എത്തണില്ല. ആ ഒരു സങ്കടം കൂടിയുള്ളൂ. സാറ് നല്ലൊരു ക്ലാസ്സാണ്. ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്ന ക്ലാസ്സാണ്. ഞാൻ ഒരുപാട് പേർക്ക് ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്, കുട്ടികൾക്കും എല്ലാവർക്കും. എന്താ പറയാ, സാറിനോട് ഒരുപാട് താങ്ക്സ്. ആദ്യം 2 വോയിസ് മെസ്സേജ് അയച്ചു. സാറേ ഇതൊക്കെ ചെയ്തിട്ട് എനിക്കെന്തേ ഒന്നും കിട്ടാത്തത്, എനിക്കൊന്നും മാറ്റമൊന്നും വരുന്നില്ല സാറേ എന്ന് പറഞ്ഞ് എനിക്ക് മറുപടി അയക്കേണ്ടി വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് പറഞ്ഞു, കിട്ടി സാറേ, എനിക്ക് കിട്ടി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്.
ഇനിയും ഒരുപാട് ചെയ്യാൻ പറ്റട്ടെ, കിട്ടട്ടെ. നിങ്ങൾക്ക് ആ കിട്ടാൻ വേണ്ടി തന്നെയാണ് ആത്മാർത്ഥമായി ഞാൻ ഈ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ. എല്ലാവർക്കും മാറ്റം ഉണ്ടാക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ. പക്ഷെ നിങ്ങളെല്ലാം ഇത് കണ്ടിട്ട് ഫോക്കസ് ചെയ്ത് അതിലേക്ക് തന്നെ പോകണം കേട്ടോ. യെസ്, താങ്ക് യു. ഹലീമ സംസാരിക്കുന്നില്ലല്ലോ ഇനിയിപ്പോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ കഥ ഇതന്നല്ലേ? ഹലോ, സർ. ആ, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. സർ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ സാറിനോട് പറഞ്ഞിരുന്നില്ല, 4 മാസമായിട്ട് ഞാൻ അയാളോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒഴികഴിവ് പറഞ്ഞ് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. പിന്നെ ഞാൻ രാത്രി സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ ഞാൻ സാറിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. രാത്രി ഞാൻ വായിച്ചിരുന്നു, രാത്രി ചെയ്താലാണ് ഫലം കൂടുതൽ കിട്ടുക ഇതിന്റെ റിസൾട്ട്, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ രാത്രി കുളിയൊക്കെ കഴിഞ്ഞിട്ട് പ്രെയർ ചെയ്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇത് ചെയ്തു. എനിക്ക് അടുത്ത ദിവസം തന്നെ കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷമായി സാറേ. എനിക്ക് അത് രാവിലെ ഉറങ്ങി എഴുന്നേറ്റോടെ തന്നെ ഞാൻ സാറിന് മെസ്സേജ് അയച്ചായിരുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. വെരി ഗുഡ്, താങ്ക് യു. ഹാപ്പി. നിങ്ങളെ ആ സന്തോഷം കാണുമ്പോഴാണ് എനിക്ക് ഏറെ ഇത് വരുന്നത്. കാരണം നിങ്ങൾ ആ കിട്ടിയതിനെ അത്രയും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ശരിക്കും വേണ്ടത്. ഹൗ ഡു യു ഫീൽ ഇറ്റ്? അത് വളരെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അത്ര ഡീപ്പായി പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ ആ നിസ്കാരത്തിന് സമയത്തും. സാർ, ഞാൻ ഇതിനു മുമ്പൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ യൂട്യൂബിൽ വായിച്ചിട്ട്. പക്ഷെ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ ഇത് സാർ ചെയ്തതിന്റെ ഇതിൽ ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ സാറിനെ വിളിച്ചതും കോൺടാക്ട് ചെയ്തതും എല്ലാം. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഒരു ഭയങ്കര പ്രതീക്ഷയായി. അപ്പൊ ഇനിയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഓക്കെ ആവുമെന്നുള്ള ഭയങ്കര പ്രതീക്ഷയിലാണ് ഞാൻ. എല്ലാം റെഡിയാവും. ഓക്കെ സാർ, ഏത് താങ്ക് യു. ടെക്നിക്കും നിങ്ങൾക്ക് ഈ ഗുരുമുഖത്ത് നിന്ന് നേരിട്ട് അല്ലെങ്കിൽ അതിനെ പ്രസന്റ് ചെയ്യുന്ന ആളുടെ കയ്യിൽ നിന്ന് നേരിട്ട് കിട്ടുന്നതും മറ്റേ യൂട്യൂബിൽ കിട്ടുന്നതും കുറച്ച് വ്യത്യാസമായിരിക്കും. പക്ഷെ ഈവൻ റിസൾട്ട് ഉണ്ടാവും കേട്ടോ എപ്പോഴും. അവിടെ വിശ്വാസമുള്ള കാര്യം. ഓക്കെ സാർ, താങ്ക് യു. ഹലോ സാർ, യെസ്, ഞാനും എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ്. നല്ല മനസ്സിന് നല്ല സന്തോഷമുണ്ട്. എല്ലാവരെ പോലെ ആദ്യത്തെ പോലെയല്ല, നല്ല പ്രതീക്ഷകളും നല്ല മനസ്സും നല്ല പോസിറ്റീവായ കാര്യങ്ങളൊക്കെ ഇപ്പൊ മനസ്സിൽ വരുന്നുണ്ട്. സാറിന്റെ ബ്ലെസ്സിങ്. സാറിന്റെ ബ്ലെസ്സിങ് ഇല്ലെങ്കിൽ ഇവിടെ ഇത്ര നേരം വന്നിരിക്കുവോ? ഓഫീസിൽ ഒരു മണിക്കൂറും കൂടി ഓഫീസിൽ കൂടുതൽ പണിയെടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി കാശ് ഉണ്ടാക്കിയിട്ട് എനിക്ക് വന്നൂടെ? അതും ചെയ്യാമല്ലോ അല്ലേ? വെരി ഗുഡ്. എന്തായാലും നമ്മൾ അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബബിത, എന്ത് പറയണ്ട ബബിത? ബബിതാനിൽ സാർ, നാളെ എന്റെ മകൾക്ക് നെറ്റ് എക്സാം ആണ്. അപ്പോ പിന്നെ ഇവിടെ ഇരിട്ടി അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജിലാണ്. അപ്പൊ നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട്, അവളും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ സാറിന്റെ ഒരു യൂണിവേഴ്സിനോട് സാറിന്റെ ഒരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ നാളെ അവൾക്ക് നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുള്ള നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് സാറിന് എന്താണ് മെസ്സേജ് കൊടുക്കാനുള്ള അവർക്ക്? ആളിവിടെ ഉണ്ട്, ഞാൻ വിളിക്കാം. മോളെ, നെറ്റ് ടീച്ചറെ വിളിക്കൂ. അതെ, ഏതാണ്? യെസ്. ഹായ്. Are you confident? Yes. How many percentage? 95, 96. Why don't you 100%? Syllabus is really vast, so. That's it. So are you confident 97% or 95%? Yeah. Okay, close your eyes. I'll add 5% for you. Are you ready to take a 5% from me? Yes. Ready? Yes. Close your eyes. Just I'm giving you 5%. Hereafter you will be 100%. Okay? Take it. Now how many percentage you are confident you are? 100%. 100%. Syllabus is vast or syllabus is short? Syllabus is short. Right? Just show your hand like this. Make your hand like this. No. Round it like a globe. Like a globe. Like a globe. Yes, this is only your syllabus. Can you handle this much? Yes. There was a syllabus is too big and you make it short like this. Now yours in your hand. It is in your hand. Okay? Right? Yes. So just open the book. Now, tomorrow you got a test, no? Just go and sit in a room, close your books, sit for 50 minutes time without doing anything. Don't think anything. Just focus on your breath. Just focus on your breath. Sit there 50 minutes and start another 2 hour, maximum 2 hour. You can go for read and go to good sleep, very good sleep.
Go for exam tomorrow. You will be scored 100%. And after when you get the result, let me know. Okay? Fine. Right. Thank you. Thank you. എനിക്ക് രണ്ട് കാര്യം ശരിയാക്കണം. അല്ല, എനിക്ക് രണ്ട് കാര്യം ശരിയായി കിട്ടണം. രണ്ട് കാര്യം ശരിയായി കിട്ടട്ടെ. തഥാസ്തു. ഹിന്ദു ശശി. എന്താണ് കാര്യം? എന്തായാലും അത് ശരിയായി കിട്ടട്ടെ. നല്ല കാര്യങ്ങൾ മാത്രമേ വിചാരിക്കാവൂ. രണ്ട് കാര്യം ശരിയായി കിട്ടണമെന്ന് വെച്ചാൽ നല്ലതല്ലാത്ത കാര്യം വിചാരിച്ചു സാറ് തഥാസ്തുതേ പറയുള്ളൂ, വേറൊന്നും പറയില്ല. അവസാനം ഇവിടെ പിന്നെ വേറെ അങ്ങനെ ചിന്തകളില്ലാത്തുള്ളവർ ഇവിടെ കേറില്ല. എങ്കിലും പറയാണ്, നല്ല കാര്യം മാത്രമേ വിചാരിക്കൂ. ആർക്കും ഉപദ്രവമില്ലാത്ത കാര്യത്തിനാണ് നല്ല കാര്യം എന്ന് പറയുന്നത് കേട്ടോ. മറ്റുള്ളവന് ഉപദ്രവമുള്ള കാര്യം നമ്മുടെ നല്ല കാര്യം വിചാരിക്കരുത്. ഞാൻ പറഞ്ഞിട്ട് ഞാൻ കഥകൾ പറഞ്ഞ വേറെ മോശമായി പോകും, ഡൈവേർട്ട് ചെയ്തു. സാരി കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. എപ്പോഴും നിങ്ങൾ ഭാര്യയുടെ കൂടെ സുഖമായിരിക്കണം എന്ന് ഒരാൾ പ്രാർത്ഥിച്ചോ. എപ്പോഴും നിങ്ങൾ ഭാര്യയുടെ കൂടെ സുഖമായി ജീവിക്കുക എന്ന് പറഞ്ഞു. ശരി, സന്തോഷത്തോടെ. തിരിച്ചൊറ്റ ചോദ്യമുള്ള ആരുടേന്നും. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഞാൻ ഇൻവോൾവ് അല്ല. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ല. ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു തരും. ശരി, താങ്ക് യു. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തെ രചിക്കുന്നതിലേക്ക് പോവാം അല്ലെ? റെഡി? അപ്പോൾ ഇനി പാട്ട് കഴിഞ്ഞു, കഥകൾ പറഞ്ഞു, എടുത്തോളൂ. ആദ്യത്തെ ക്യാപ്സൂൾ എടുത്തോളൂ. നമ്മുടെ ഇത്രയേ ഉള്ളൂ കാര്യം. ചോദ്യം ഇത്രയേ ഉള്ളൂ. അവനവന്റെ, അതായത് ഞാൻ, എന്റെ, അവനവന്റെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ ആരെയാണോ കാണുന്നത്, അവനവന്റെ കഥ തിരുത്തി എഴുതാൻ ആഗ്രഹിക്കുന്നവർ മാത്രം റെഡി എന്നുള്ള, ഹാപ്പി ആൻഡ് സന്തോഷത്തോടു കൂടി റെഡി എന്നുള്ള ആ ടാബ്ലറ്റ് കഴിച്ച് കഴിക്കുക. എന്നിട്ട് ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ പെട്ടെന്ന് ക്ലാസ് കഴിക്കാം. ഇപ്പൊ ക്ലാസ് എപ്പോഴും ഷോർട്ടാക്കണം എന്ന് വിചാരിക്കും. അവസാനം എങ്ങനെ പോയാലും 1 മണിക്കൂർ തന്നെ എത്തും. ഷോർട്ടാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇന്ന് പോവാം. ഏതായാലും അവനവന്റെ കൃത്യമായി കേൾക്കണം. അവനവന്റെ കഥ തിരുത്തി എഴുതാൻ തയ്യാറായവർ മാത്രം മതി. ഭാര്യയുടെ കഥ തിരുത്തി എഴുതാനോ, ഭർത്താവിന്റെ കഥ തിരുത്തി എഴുതാനോ, മക്കളുടെ കഥ തിരുത്തി എഴുതാനോ, അച്ഛന്റെ കഥ തിരുത്തി എഴുതാനോ, അമ്മയുടെ കഥ തിരുത്തി എഴുതാനാണെങ്കിൽ നിങ്ങൾ തയ്യാറാവേണ്ടതില്ല. നിങ്ങൾ അങ്ങനെ എഴുതാൽ മതി. അത് അവർ തിരുത്തിക്കോളൂ കേട്ടോ. നിങ്ങൾ തിരുത്താൻ നിൽക്കണ്ട. കൃത്യമായി പറയാണ്. അപ്പോ അതിനുവേണ്ടി ഇന്ന് തിരുത്തി എഴുതണം. ചില കാര്യങ്ങൾ ഞാൻ ഇന്ന് പറഞ്ഞു പോകാം. ഇറ്റ്സ് ടോട്ടലി എന്ന് പറയുന്ന കാര്യം സൈക്കോളജിക്കൽ ആണ്. മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. നത്തിങ് നിങ്ങൾ എന്താ പറയാ, നമ്മുടെ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട കാര്യങ്ങളല്ല. ഇന്ന് കുറച്ച് ടെക്നിക്കും അല്ല, റിയൽ സൈക്കോളജിയാണ് പറയുന്നത്. ഇങ്ങനെയാണ് ഒരാളുടെ കഥ മാറ്റി എഴുതുന്നത്. ആദ്യം നിങ്ങളെല്ലാം റെഡി ആയല്ലോ, കഥ മാറ്റി എഴുതാൻ റെഡി ആയല്ലോ. എല്ലാവരും റെഡി ആയവരോട് ചോദ്യം ചോദിച്ചോട്ടെ, ഉത്തരം പറയണേ. എത്ര പേർക്ക് അവരവരുടെ ജീവിതത്തിന് കഥയുണ്ട്? നമുക്കെല്ലാം ജീവിതത്തിന് കഥയുണ്ടോ? നമ്മുടെ ജീവിതം ഒരു കഥയാണോ? കഥ എന്ന് വെച്ചാൽ ഇതല്ല, സ്റ്റോറിയാണ്. ഞാൻ പറഞ്ഞ ഫാബ്രിക്കേറ്റഡ് ഇമാജിനേഷൻ സ്റ്റോറി അല്ല, ഒരു സിസ്റ്റം എന്നാണ് കഥയെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്ക് കൃത്യമായൊരു കഥയുണ്ട്. എല്ലാവർക്കും കഥയുണ്ടല്ലേ? കഴിഞ്ഞ നഷ്ടപ്പെട്ടതിന്റെ കഥകൾ നമ്മളുണ്ട്. മുമ്പിലോട്ടുള്ള കഥയുണ്ടാവില്ല. പകുതി എഴുതി വെച്ച ബുക്കാണ്. ഇങ്ങനെ നടുക്ക് തുറന്നാൽ കഴിഞ്ഞു പോയത് മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഭാഗത്തോട്ട് മാത്രമാണ് എഴുതാത്തുള്ളത് അല്ലെ? കഥയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പഴയ കഥകൾ എടുക്കാൻ പറഞ്ഞാൽ അല്ലെ. ഇപ്പൊ രമണിയോട് വിളിച്ചിട്ട് എന്താണ് കഥ, ഓമനോട് വിളിച്ചിട്ട് കഥ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കഥകൾ മുഴുവൻ പറയും. വരാനിരിക്കുന്ന കഥകൾ പറയൂ. ഉണ്ടോ? അതുണ്ടോ? ഒരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഉണ്ടാവും അല്ലെ? കഥ വരാനുള്ളതും കഴിഞ്ഞു പോയത് രണ്ടും ഉണ്ടാവും. 3 കാലഘട്ടം ഉണ്ടാവും. കഴിഞ്ഞ കാലഘട്ടം ഉണ്ടാവും, നടക്കുന്ന കാലഘട്ടം ഉണ്ടാവും അല്ലേ? വരാനിരിക്കുന്ന കാലഘട്ടം ഉണ്ടാവും. 3 ഉണ്ടാവും. ഇത് 3 ഉണ്ടോ നമ്മളിൽ? ഇല്ല. അപ്പൊ മാറി. ശരിക്കും നമ്മളിൽ കഥയില്ല. നമ്മളിങ്ങനെ കഥ ഉണ്ടാക്കിയതാണ് അല്ലെ? എ കെ കുമാർ സാർ പറഞ്ഞ പോലെ ജീവിതം ഇങ്ങനെ തീർത്തതാണ്. ഇത്രയും കാലം ആടിക്കഴിഞ്ഞു. ഇപ്പോഴാണ് ഓർത്ത് അയ്യോ ഈ ആട്ടമെല്ലാം ശരിക്കും ആടേണ്ടതല്ലായിരുന്നല്ലോ എന്ന്. അങ്ങനെയുള്ള അവസ്ഥയിലാണ് നമ്മളെല്ലാം കഴിഞ്ഞ. കഥയില്ല. കഴിഞ്ഞ കഥകളേ ഉള്ളൂ. പുതിയ കഥകളില്ല. വരാനിരിക്കുന്ന കഥകളില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 5 കാര്യങ്ങളാണ് ഞാനിന്ന് പറയുന്നത്. ഈ 5 കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ നമ്മുടെ കഥയിൽ നമ്മുടെ അവനവന്റെ നമ്മുടെ കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾ കണ്ടില്ല. ഹാപ്പിനെസ് മാസ്റ്ററി ഹബിൽ ഞാൻ പറയുന്ന എന്റെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ് എന്ന് പറയുന്നത്. ഓരോ ആൾക്കും അവനവന്റെ കഥ രചിക്കാനും ആ കഥയിൽ ഓരോ ആൾക്കും അവനവന്റെ കഥ രചിക്കാനും ആ കഥയിൽ അഭിനയിക്കാനും സാധിക്കുക എന്നതാണ് ജീവിതം.
അപ്പോൾ പറഞ്ഞ ഇത്രയാണ്, അവനവന്റെ കഥ എഴുതാൻ അവനവനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. മറ്റൊരാൾക്കും യഥാർത്ഥ കഥ എഴുതാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ആത്മകഥയ്ക്കൊക്കെ ഇത്രയും പ്രശസ്തി ഉണ്ടായത് അല്ലെ. മറ്റുള്ളവരാരും എഴുതിയാൽ അത് ചരിത്രവും അവനവൻ എഴുതിയാൽ ആത്മകഥയുമായി മാറുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചരിത്രം എഴുതണം, ചരിത്രത്തിൽ ഇടം നേടണോ ആത്മകഥ എഴുതണോ? ചരിത്രം എഴുതണോ ആത്മകഥ എഴുതണോ? ഏതാണ് നമുക്ക് ആവശ്യം? നമുക്ക് എപ്പോഴും ആത്മകഥയാണ് ആവശ്യം അല്ലെ. ആത്മകഥയുടെ കിതാബ് തുറന്നു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ, പണ്ട് കുന്നിന് മുകളിൽ ദൈവത്തിനെ കാണാൻ പോയ ആളുടെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ 2 ചുമരിലും ഭാണ്ഡവുമായി കയറി പോകുമ്പോ സന്യാസി ചോദിച്ചത് എങ്ങോട്ടാണ് ഇത് ഇത്രയും വലിയ വെയിറ്റും താങ്ങിക്കൊണ്ട് പോകുന്നതെന്ന്. ഇതൊന്ന് ഇറക്കി വെച്ചുകൂടെ, ആ കുന്ന് കയറുമ്പോ താഴെ ഇറക്കി വെച്ചുകൂടെ എന്ന് പോകുമ്പോ അവൻ പറഞ്ഞു, ഒരിക്കലും നടക്കുന്ന കാര്യമല്ല ഗുരുവേ, ഇത് സാധിക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്റെ ഇടത് ചുമലിൽ എന്റെ ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങൾ മുഴുവാണ്. അത് ഇറക്കി വെച്ചാൽ എന്റെ മക്കൾ, എന്റെ കുട്ടികൾ, എന്റെ ജീവിതം, എന്റെ കച്ചവടം, എന്റെ വസ്തുവകകൾ എല്ലാം ഈ തോളിലാ കിടക്കുന്നത്. ഇത് ഇറക്കി വെച്ചാൽ പിന്നെ അവരനാഥരായി പോവും, അവർ പിടിവിട്ടു പോവും, അവരൊന്നുമില്ലാതാണ്. അതുകൊണ്ട് ഞാനിവിടെ താങ്ങുന്നു. അപ്പോൾ വലത് ചെവി, വലത് തോളിലോ, വലത് തോളിൽ എന്റെ പ്രാരാബ്ധങ്ങളാണ്, അല്ലെങ്കിൽ എന്റെ വരാനിരിക്കുന്ന കാലത്തെ പറ്റിയിട്ടാണ് ഞാൻ കൊടുക്കേണ്ടതും ചെയ്യേണ്ടതുമായ കടമകളും കർത്തവ്യങ്ങളെ പറ്റി ഞാൻ പൂർണ്ണമായും ഇവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പൊ രണ്ടുമില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്താണ് ദൈവത്തിനടുത്ത് പോയി പറയാൻ പോകുന്നത്? ഇത് ഇറക്കി വെക്കാനാണോ ഇത് കൂട്ടിത്തരാനാണോ എന്ന് ചോദിക്കുമ്പോ, അല്ല, ഒന്നുമില്ലാത്ത അവസ്ഥയാണ് എനിക്ക് ദൈവത്തിനടുത്ത് പറയണമെങ്കിൽ, എന്നാ പിന്നെ നീ ഇതിവിടെ തന്നെ ഇറക്കി വെച്ചാൽ പോരെ, ദൈവത്തിനടുത്ത് കുന്നു കയറേണ്ട ആവശ്യമുണ്ടോ? ഇത് രണ്ടും ഇറക്കി വെച്ചാൽ നീ പൂർണ്ണനായില്ലേ എന്ന് ഗുരു പറയുന്ന സമയത്താണ് ഓർത്തത്, അയ്യോ ഇത് ഇറക്കി വെച്ചാൽ മതിയല്ലോ, പിന്നെ ഞാൻ കുന്നു കയറി ദൈവത്തിനടുത്ത് എത്തേണ്ട കാര്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന പോലെ അമ്പലങ്ങൾ മുഴുവൻ പോകുന്നു, ശയന പ്രദക്ഷിണം ചെയ്യുന്നു, ശത്രു സംഹാര പൂജ ചെയ്യുന്നു, വെടി വഴിപാട് കഴിക്കുന്നു, എല്ലാം കഴിക്കുന്നു. പക്ഷെ ഇറക്കി ഇവിടെ വെച്ചിരിക്കുന്ന സാധനവും അകത്ത് നിറച്ചിരിക്കുന്ന ആ ചീഞ്ഞ മുട്ടയും ചീഞ്ഞ തക്കാളിയും പൊട്ടറ്റോ എടുത്തു കളയാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ കഥയിലെ ഏറ്റവും വിചിത്രമായ ഭാഗം എന്നുള്ളത്. നാടകമൊക്കെ ഒരുപാട് എഴുതിയ എക്ക് സാറിനൊക്കെ അറിയാം, കഥ എഴുതുമ്പോൾ അത്തരം പോയിന്റുകൾ ചേർത്താൽ മാത്രമേ, എരിയും പുളിയും ചേർത്താൽ മാത്രമേ കഥയ്ക്ക് ഒരവസ്ഥയുള്ളൂ. അങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറയുമ്പോഴാണ് ഇതാണ്. ആരെങ്കിലും ഇപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ടെങ്കിൽ എല്ലാവരും ചാടും, അതിലേക്ക് ചാടിക്കഴിയും. അതുപോലെ തന്നെ ഒരു സിനിമയിൽ കുറച്ചാൾ കരച്ചിലും പിഴിച്ചിലും ചിറ്റലും ഉണ്ടെങ്കിൽ ഇത് അടിപൊളി എന്നുള്ളത്. സന്തോഷിക്കുന്ന സിനിമയുണ്ടെങ്കിൽ സന്തോഷിക്കുന്ന, എപ്പോഴും ചിരിച്ചു കളിക്കുന്ന സന്തോഷിക്കുന്ന ഒരു സീരിയലോ സിനിമ വന്നാൽ ഒരു മനുഷ്യനും പോയി കാണില്ല. കാരണം എന്താ? അവനത് ആവശ്യമില്ല, അവന് വേണ്ടത് ഇതാണ്. പോട്ടെ, എന്തായാലും ഞാൻ പറഞ്ഞപ്പോ കഥ, അവനവനെ പറ്റിയുള്ള കഥ രചിക്കാൻ തയ്യാറാകുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പോയിന്റ് നമ്പർ 1, ഞാൻ ഈ പറഞ്ഞ സംഭവം സിമ്പിളായിട്ട് എടുക്കരുത്. അവരവരുടെ കഥ എഴുതുക എന്ന് പറഞ്ഞാൽ സ്റ്റോറി എഴുതുക എന്നല്ല അതിന്റെ അർത്ഥം, അവനവന്റെ ജീവിതത്തെ പാകപ്പെടുത്തുക എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതിന് സ്റ്റോറി നമ്പർ 1 നമ്മൾ ആദ്യത്തെ പോയിന്റ് എഴുതുന്നത്, സ്റ്റോറി ഓഫ് അവർ സെൽഫ്, എന്നെ പറ്റിയുള്ള കഥ, എന്നെ പറ്റിയുള്ള പൂർണ്ണ ബോധം, എന്നെ പറ്റിയിട്ടുള്ള പൂർണ്ണ അവധാനത, എന്നെ പറ്റിയുള്ള കൃത്യമായ ബോധം എനിക്ക് എപ്പോഴുണ്ടാകുന്നു, അപ്പോൾ മാത്രമാണ് സ്റ്റോറി ഓഫ് അവർ സെൽഫ് എന്ന് പറയുന്നത്. അവനവനെ പറ്റി പൂർണ്ണമായി മനസ്സിലാക്കുക. ഞാൻ എന്താണ്, എന്തൊക്കെയാണ് എന്റെ കഴിവുകൾ, എന്തൊക്കെയാണ് കുറവുകൾ, എനിക്ക് എന്താണ് സംഭവം, ഞാൻ എങ്ങനെയാണ് ഇരിക്കുന്നത്, എന്നെ പറ്റിയിട്ടുള്ള എന്താ പറയാ, സെൽഫ് ആയിട്ടുള്ള നമ്മുടെ ബോധം, നമ്മളെ പറ്റി നന്നായിട്ട് അറിയാം. എത്ര പേർക്ക് അറിയാം എന്നെ പറ്റി? എനിക്ക് എത്ര പേർക്ക് അവനവരെ പറ്റി അറിയാം? ഇപ്പൊ ചോദിച്ചാൽ എനിക്കറിയാം സാറേ, എന്നിട്ട് പറഞ്ഞു അപ്പൊ നിങ്ങൾ ദേഷ്യപ്പെടും? ഞാൻ ദേഷ്യപ്പെടുകയൊന്നുമില്ല, എനിക്ക് കറക്റ്റ് അറിയപ്പെടും. എന്നിട്ട് അപ്പുറത്ത് ഒരു പ്ലേറ്റ് ഇപ്പൊ വീണാൽ അറിയും ഇവിടുത്തെ ദേഷ്യം എപ്പോ പൊട്ടുമെന്ന് ആ പ്ലേറ്റ് തീരുമാനിക്കും അല്ലേ? അല്ലെങ്കിൽ ഭർത്താവ് തീരുമാനിക്കും ഇവളെപ്പ ചൂടാവണമെന്ന്. അല്ലെങ്കിൽ എന്നെപ്പറ്റി എനിക്ക് ഭയങ്കര കൺട്രോളാണ്, എന്നെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. മകൻ തീരുമാനിക്കും അമ്മ എപ്പോ പൊട്ടിത്തെറിക്കണം, അല്ലെങ്കിൽ അച്ഛൻ എപ്പോ ചാടണം എന്നുള്ളത് തീരുമാനിക്കും. ഇതല്ലേ നമുക്ക് നമ്മളെ പറ്റി അറിയുന്ന കഥ? അറിയില്ല. അത് കൃത്യമായി നമുക്ക് എപ്പോഴും അറിയുന്നു. അതാണ് നമ്മുടെ ആദ്യത്തെ കഥ. ഒരു ക്യാരക്ടർ, നാടകവും നോവൽ എഴുതുന്ന ആൾക്കാരെയും ഒരു ക്യാരക്ടർ എങ്ങനെയായിരിക്കണം ആദ്യം തന്നെ ആ ക്യാരക്ടറെ ഫേം ചെയ്യും. നമ്മുടെ മനസ്സിൽ ചിന്തയിൽ വരുമ്പോ തന്നെ ആ ക്യാരക്ടറിന്റെ മുഴുനീള അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് ഒരു കഥാകാരൻ മനസ്സിലാക്കി വെക്കും. ഞാൻ ഈ പുസ്തകം എഴുതുമ്പോൾ ഇതിൽ 5 കഥാപാത്രങ്ങൾ നിർണയിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, സുജിത്ത് എങ്ങനെയായുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ
ഇത് എന്താ പറയാ, നായർ എങ്ങനെയുള്ള ആളായിരിക്കണം ആദ്യമേ തീരുമാനിച്ചു. പിന്നെ എഴുതി പോകുന്നതൊക്കെ അയാളുടെ ആ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരിക്കും. അങ്ങനെ എഴുതുള്ളൂ, അങ്ങനെ കഥാകാരൻ എഴുതുള്ളൂ. പിന്നെ പെട്ടെന്നൊരു ട്വിസ്റ്റ്, സിനിമയിലൊക്കെ ചിലപ്പോൾ ഒരു ട്വിസ്റ്റ് ചെയ്തൊന്നും വരും. കഥയിലും അങ്ങനെ വലിയ ട്വിസ്റ്റ് ഉണ്ടാക്കില്ല സമയം. പൊതുവെ നല്ല കഥകളാണെങ്കിൽ ട്വിസ്റ്റ് അതിന് സന്ദർഭത്തിനനുസരിച്ച് മാറും. പക്ഷെ അപ്പോഴും കഥാകാരന്റെ മനസ്സിൽ മുമ്പേ ഉണ്ടായിരിക്കും എങ്ങനെ ഉണ്ടാകും. അങ്ങനെ ഒന്ന് നമുക്ക് ഫോം ചെയ്യാൻ പറ്റണം. അതാണ് സ്റ്റോറി ഓഫ് അവർ സെൽഫ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് എഴുതിയോ? സ്റ്റോറി ഓഫ് അവർ സെൽഫ്. ഇന്ന് മുതൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളെ പറ്റി എഴുതുക, കഥ എഴുതുക, കഥ എഴുതുന്നത് പോലെ എഴുതുക. ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ, എന്റെ കഥ ഞാൻ എഴുതി. സത്യമായിട്ട് ഞാൻ പറയാണ്, ഒരിക്കലും ഞാൻ അങ്ങനെ ആവണമെന്നോ ഇങ്ങനെ ആയിരിക്കണമെന്ന് എഴുതിയ കഥയല്ല. എന്തോ സന്ദർഭത്തിൽ എന്റെ കഥയിൽ എല്ലാ നായകനും ഞാൻ തന്നെയായിരുന്നു. ആ കഥകളൊക്കെ പോയി, ഇപ്പോൾ ഇവിടെയൊക്കെ പോയി. പണ്ടൊക്കെ ചെറുപ്പത്തിൽ എന്റെ കഥയിൽ നായകൻ ഞാൻ തന്നെയായിരുന്നു. അപ്പൊ ഞാൻ സ്വയം എന്നെ പറ്റി എഴുതിക്കൊണ്ടിരിക്കും കഥയിൽ. ആണല്ലോ. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ എന്തായിരിക്കും നമ്മൾ എഴുതുന്നത്? അടിപൊളിയായിട്ടുള്ള രാജകുമാരനും, അല്ലെ? ഇതൊക്കെയാണ് നമ്മൾ എഴുതുന്ന കഥ, അല്ലെ? വില്ലൻ കഥാപാത്രം ആവില്ല പൊതുവെ ജീവിതത്തിൽ. ഞാൻ എഴുതിയാണ് കുറെ കഥകളിൽ, ഞാൻ പണ്ടൊക്കെ ചെറുപ്പത്തിൽ എഴുതിയിട്ടുണ്ട്, ഓർത്തപ്പോ. അപ്പൊ കഥ, അത് ഞാൻ കഥ പറഞ്ഞത്. ഇത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ പറയുമ്പോൾ നമുക്ക് നമ്മളെ കൃത്യമായി അവലോകനം ചെയ്യാൻ അറിയുക. എന്നെപ്പറ്റി ഞാൻ ആലോചിക്കാറേ ഇല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ കമന്റ് ചെയ്തു, പേര് EM രമണി, അല്ലെ? ഓക്കെ. നിങ്ങളെപ്പറ്റി ആലോചിക്കില്ല, ഇന്ന് തുടങ്ങേണ്ട പ്രക്രിയയാണ്. നിങ്ങളെ പറ്റിയാണ് ആലോചിക്കേണ്ടത്, മറ്റൊരാളെ പറ്റി ആലോചിക്കരുത്. അവനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ അവന്റെ ചുറ്റുപാടിലെല്ലാം ഓട്ടോമാറ്റിക് മാറിക്കളയും എന്ന് പറയുന്ന പോലെ ഇന്ന് മുതൽ നിങ്ങൾ പറ്റി ചിന്തിക്കുക. പലരും ഞാൻ യൂട്യൂബിൽ വീഡിയോന്റെ താഴെ ഒരുപാട് കമന്റ് ചെയ്യുന്നു. സാറിന്റെ വീഡിയോ കാണാൻ തുടങ്ങിയ ശേഷമാണ് ഞാൻ എന്നെ പറ്റി ഓർത്തതും എന്നെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയതും. എന്നിലേക്ക് ശ്രദ്ധ വയ്ക്കുക. അതിന് പറയുന്ന പേരാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. എപ്പോഴാണോ ഒരാൾ അവരുടെ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അന്ന് അയാളുടെ ജീവിതം മാറിത്തുടങ്ങും. സത്യം പറയാണ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് സ്റ്റോറി ഓഫ് അവർ സെൽഫ്. രണ്ടാമത്തെ കാര്യം സ്റ്റോറി ഓഫ് അവർ ലൈഫ്. സ്റ്റോറി ഓഫ് അവർ ലൈഫ്. സ്റ്റോറി ഓഫ് അവർ സെൽഫ് വേറെയാണ്, സ്റ്റോറി ഓഫ് അവർ ലൈഫ് വേറെയാണ്. എന്താണ് എന്റെ ജീവിതം? എങ്ങനെയാണ് എന്റെ ജീവിതം വേണ്ടത്? അപ്പൊ പറയും, എന്റെ ജീവിതം ഞാനായിട്ട് തീരുമാനിക്കാൻ പറ്റുമോ? എന്റെ ഭർത്താവുണ്ട്, അവരല്ലേ എനിക്ക് ചെലവിന് തരുന്നത്. എന്റെ ഭാര്യയുണ്ട്, അവളല്ലേ എനിക്ക് ഭക്ഷണം തരുന്നത്. എന്റെ മക്കളുണ്ട്, അവരെ വളർത്താനല്ലേ ഞാൻ ജീവിക്കുന്നത്. കുറച്ച് കഴിയുമ്പോ പറയും, സാഹചര്യങ്ങളല്ലേ, എന്റെ പാർട്ടിക്കാരല്ലേ എന്നെ തീരുമാനിക്കുന്നത്, അല്ലെ? ഇൻകുലാബ് പാർട്ടിക്കാരാണ് തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞ് ജോലിയാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ കുഞ്ഞു മക്കളാണ് തീരുമാനിക്കുന്നത്, അല്ലെ? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളില്ലേ. നമ്മുടെ ലൈഫ് തീരുമാനിക്കുന്ന ആരാ? ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ലൈഫ് ആരാ തീരുമാനിക്കും? ഇപ്പൊ നിങ്ങളുടെ ലൈഫ്. ഞാൻ ഇന്ന് ഒരാള് വോയിസ് അയച്ചു, ഞാൻ ഒരു വോയിസ് കേട്ടതാണ്, അഡ്മിൻ അയച്ചു കൊടുത്ത വോയിസ് ഞാൻ കേട്ടതാണ്. ഒരുപാട് ബിസിനസ് ഉണ്ടായിരുന്നു, അവർ ബിസിനസ്സിലൊന്നും പങ്കാളിയല്ല. ഭർത്താവാണ് ബിസിനസ് ചെയ്യുന്നത്. എല്ലാ ബിസിനസ്സും പൊട്ടിപ്പോയി. ഭർത്താവിന് ഒറ്റ അസുഖമേ ഉള്ളൂ, ഈ ഭാര്യ മൊബൈൽ തൊടാൻ പോലും സമ്മതിക്കില്ല. മൊബൈൽ ഭാര്യ തൊടാൻ പാടില്ല, ഒരു വീഡിയോ കാണാൻ പാടില്ല, ഒരു പരിപാടി TV ഭാര്യ വെക്കാൻ പാടില്ല. ഭാര്യക്ക് എല്ലാത്തിനും ബന്ധനാണ്. സമയം കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒളിച്ചു പതിച്ച് എവിടെയും കണ്ടിട്ട് ഒരു വോയിസ് വെച്ച, സാറേ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്റെ ജീവിതം? എന്നിട്ടും ചെയ്തല്ല, എല്ലാ ബിസിനസ്സും പൊട്ടി. പിന്നെ പുതിയ ബിസിനസ് തുടങ്ങിയല്ല, ഭാര്യയുടെ പേരില്ല, അതും പൊട്ടി തകർന്നു. ഇപ്പൊ ഭാര്യയുടെ പ്രശ്നം, എപ്പോ ഞാൻ ജയിലിൽ പോകേണ്ടി വരുമെന്ന് അറിയില്ല. ഒരു പരിപാടി ഫോൺ എടുക്കാൻ പറ്റില്ല. ഈ ജീവിതമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതൊക്കെ അടിമയാണോ ജീവിതത്തിൽ വേണ്ടത്? എന്താണ് നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നത്? ഞാൻ വളരെ സത്യമായി പറയാണ്. നിങ്ങൾ ചിലപ്പോ പുരുഷന്മാർ അംഗീകരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഓരോ മനുഷ്യൻ അവനവന്റെ ജീവിതം ജീവിക്കാൻ വിടാതിരുന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ നികൃഷ്ട ജീവി എന്ന് പറയുന്ന അവരായിരിക്കും. ആരാണ്? ഈ സമ്മതിക്കാത്ത ആൾ. ഓരോ ആൾക്കും അവരവരുടെ ജീവിതം ജീവിക്കാനുള്ള സാവകാശം കൊടുക്കും. ആരും ആരുടെ അടിമയല്ല, അതാണായാലും പെണ്ണായാലും. ഐ വിൽ നോട്ട് ടോളറേറ്റ്. എന്ത് പറഞ്ഞാലും, നിങ്ങൾ ഏത് സംസ്കാരത്തെ പറ്റി പറഞ്ഞാലോ, ഏത് മതത്തെ പറ്റി പറഞ്ഞാലോ, ഹ്യൂമൻ ബീങ്സ് ആർ നോട്ട്. അതൊക്കെ കഴിഞ്ഞു, കാലം കഴിഞ്ഞു. ഭാര്യ ഭർത്താവിന്റെ അടിമയാണെന്നോ, ഭർത്താവ് മാത്രം വീട്ടിലെ ചെലവാക്കി, ഇതൊക്കെ കഴിഞ്ഞു പോയിട്ടോ. ഇന്നത്തെ പിള്ളേർ അങ്ങനെ ആയിരിക്കണം. അല്ലാതെ എന്താ, ഭർത്താവിന് വേണ്ടിയിട്ടും ഭാര്യയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടി അങ്ങനെയൊന്നുമല്ല. അവരുടെ ജീവിതം ജീവിക്കാൻ അവർ പറ്റണം. ഞാൻ സിംഗിൾ ആയിട്ട് പറയല്ല, കോമൺ ആയിട്ട് പറയാണ്.
അപ്പോ നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കണം എന്ന് അങ്ങനെയുള്ള കെട്ടുപാടിന് പൊട്ടിച്ചെറിഞ്ഞ് പോകുന്നേ. എന്തിനാണ് നിൽക്കണേ? ആരെയും അടിമയായിട്ട് നിൽക്കുന്നേക്കാൾ നല്ലത് ജീവിക്കാതിരിക്കുന്നല്ലേ. എന്തിനാണ്? അത്തരം ജീവിതങ്ങളൊന്നും പാടില്ല. അപ്പോ സ്റ്റോറി ഓഫ് അവർ ലൈഫ്, എന്റെ ജീവിതം എന്തായിരിക്കണമെന്ന് നമ്മൾ എഴുതി തയ്യാറാക്കുക തന്നെ വേണം. മനസ്സിലാക്കിയേക്ക് എനിക്ക് എങ്ങനെ വേണം എനിക്ക് ജീവിക്കാൻ. പിന്നെ അതിൽ നിന്ന് നമ്മൾ തീരുമാനിച്ച ജീവിതത്തിൽ പിന്നെ വീണ്ടും അങ്ങോട്ട് അയ്യോ അവരെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാം, അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഭൂമിയിൽ എല്ലാവർക്കും ഉണ്ട്. ഒരാളുടെ സപ്പോർട്ട് ഒരാൾക്കും വേണ്ട ജീവിക്കാൻ. ആരെ സപ്പോർട്ടാണ് വേണ്ടത്? എവിടെ ജീവിക്കാൻ വേണ്ടത്? ഏത് ലോകത്താണ് വേണ്ടത്? അങ്ങനൊന്നുമില്ല. വെറും തോന്നൽ മാത്രം. നമ്മുടെ സമൂഹം, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ ഒരാളുടെ സപ്പോർട്ട് വേണ്ട ജീവിക്കാം. നിങ്ങൾ 2 കാലിൽ ഉയർന്നു നിൽക്കുന്നുണ്ടോ? നിങ്ങൾക്ക് സുഖമായി ജീവിക്കാം. ആരും ഒരു മനുഷ്യനും വരില്ല, ഒരിക്കലും ഇല്ല. നിങ്ങൾ ഒരുപാട് മാറി, സമൂഹം മാറി. ഗെറ്റ് അപ്പ് ഫ്രം ദാറ്റ്. അപ്പൊ സ്റ്റോറി ഓഫ് അവർ ലൈഫ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. വളരെ കൃത്യമായി നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തണം. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. 3-ാമത്തെ കാര്യം, അത് പറയുമ്പോൾ നമുക്ക് കുറച്ചുണ്ട്. സ്റ്റോറി ഓഫ് അവർ റിലേഷൻഷിപ്പ്. സ്റ്റോറി ഓഫ് അവർ റിലേഷൻഷിപ്പ്. നമ്മുടെ ചുറ്റുപാട് ബന്ധുക്കളാണ് നമ്മുടെ എല്ലാം, അല്ലെ? ബന്ധുക്കളില്ലെങ്കിൽ അയ്യോ, ബന്ധുക്കളില്ലെങ്കിൽ നമ്മളില്ല. ബന്ധുക്കളുടെ സ്റ്റോറി നമുക്ക് പറയാൻ പറ്റുമോ? എഴുതാൻ പറ്റുമോ? അതെങ്ങനെയല്ലേ? സ്റ്റോറി ഓഫ് അവർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. നമ്മൾക്ക് ഏത് ബന്ധങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കാണ്. നമ്മൾക്ക് ഗുണകരമായി മാറാത്ത ഒരു ബന്ധവും നമ്മുടെ ബന്ധമല്ല, അതിന്റെ പേര് നമ്മുടെ ശത്രു എന്നാണ്. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഗുണകരമായി മാറുന്ന ആൾക്കാരിലായിരിക്കണം. അപ്പോൾ നമ്മുടെ ബന്ധങ്ങൾ എന്തായിരിക്കണം, നമ്മുടെ സറൗണ്ടിങ് എന്തായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള എല്ലാ അധികാരവും നമുക്കുണ്ട്. അത് നമ്മൾ തയ്യാറാക്കുക തന്നെ വേണം. സ്വന്തം കൂടപ്പിറപ്പാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബന്ധുവാണെന്നു നമുക്ക് പൂർണ്ണമായിട്ടും നമ്മൾ എതിർക്കുന്ന ഒരാണെങ്കിൽ നമ്മുടെ ബന്ധു അല്ലത്. നമ്മുടെ കൂടപ്പിറപ്പാണ്, ഒരച്ഛനമ്മയിൽ പ്രസവിച്ചു അച്ഛനമ്മയെ വെച്ച് ബന്ധുവാണെന്ന് പറയാം. ഓക്കെ, നിങ്ങൾ പറയുന്നത് ജനറ്റിക്കലി ബന്ധുവാണ്. പക്ഷേ നമ്മുടെ ഉയർച്ചയ്ക്കും നമ്മുടെ വളർച്ചയ്ക്കും നമുക്ക് വേണ്ടി സഹായകരമായി മാറുന്നില്ലെങ്കിൽ, സഹായകരമായി മാറിയില്ലേ കുഴപ്പമില്ല, ഉപദ്രവമായി മാറുന്നുണ്ടെങ്കിൽ അത് ബന്ധുവല്ല, അതിന്റെ പേരാണ് ശത്രു എന്നത്. വേണോ വേണ്ടയോ നമ്മൾ തീരുമാനിക്കണം, പുറത്തെറിയണം, കളയുകയാണ്. കാരണം നമുക്ക് പോവാനുള്ളതാണ്. അവിടെ കെട്ടിപ്പിണഞ്ഞ് നിൽക്കാൻ പറ്റില്ല. അതിനെ നമ്മൾ രചിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. സമയം പോയല്ലേ? ഓക്കെ, അടുത്തത് 5-ാമത്തെ സ്റ്റോറി ഓഫ് അവർ ഫാമിലി. ഞാനും എൻ്റെ കുടുംബവും എങ്ങനെയായിരിക്കണം? എൻ്റെ ലൈഫ്, എൻ്റെ കുടുംബ ലൈഫ് എങ്ങനെയായിരിക്കണം? എൻ്റെ ഭർത്താവ് എങ്ങനെയായിരിക്കണം? ഭാര്യ എങ്ങനെയായിരിക്കണം? കുട്ടികൾ എങ്ങനെയായിരിക്കണം? അച്ഛനമ്മമാർ അല്ലെ മറ്റുള്ളവർ എങ്ങനെയായിരിക്കണം തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അധികാരം നമുക്കുണ്ട്. എന്നുവെച്ചാൽ അവരെ അടിച്ചേൽപ്പിക്കണം എന്നല്ല പറഞ്ഞത്, അതിനനുസരിച്ച് സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം. കുട്ടികളെ ജനിപ്പിച്ച് നമ്മൾ വളർത്തുമ്പോൾ തന്നെ ഇങ്ങനെ ആയിരിക്കണം എൻ്റെ കുട്ടിയെ വളരേണ്ടതെന്ന് തീരുമാനിച്ചാൽ വളരാൻ പറ്റുമോ ഇല്ലയോ? ഇങ്ങനെ ആയിരിക്കണം എൻ്റെ മകൻ ആവേണ്ടതെന്ന് ചോദിച്ചാൽ ആവില്ലേ? സ്വാഭാവികമായി ആവും. അവനങ്ങനെ നിങ്ങൾ അതിൽ തന്നെ നിന്നാൽ മതി. നോക്കൂ, കൃത്യമായി. 5-ാമത്തെ കാര്യം, സ്റ്റോറി ഓഫ് യുവർ ഫ്യൂച്ചർ. നാളത്തെ പറ്റി എന്താണ് നാളെ സംഭവിക്കേണ്ടത്? സ്റ്റോറി ഓഫ് അവർ ഫ്യൂച്ചർ നമുക്കുണ്ടായിരിക്കണം. ഇതില്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. നമുക്ക് പ്രതീക്ഷകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ കൃത്യമായ സ്ക്രിപ്റ്റിംഗ് ഇല്ല. ഇപ്പൊ വിഷൻ ബോർഡിലൊക്കെ വന്നപ്പോൾ, വിഷൻ ബോർഡിൽ വന്നപ്പോൾ, ഗോൾ സെറ്റിംഗ് വന്നപ്പോൾ ആൾക്കാർക്ക് ഓപ്പൺ, അയ്യോ ഇതൊക്കെ നാളെ ഇത്ര സമയത്താണ് ഇതൊക്കെ വേണ്ടതെന്നൊക്കെ ഉണ്ടോ? എനിക്ക് വേണമെന്നേ ഉള്ളൂ. എപ്പോ വേണമെന്ന് ചോദിച്ചാൽ അതില്ല സാർ, എപ്പോഴെങ്കിലും ആയാൽ മതി. അതല്ല, ഇത് ഇത്ര സമയത്ത് വേണം. അങ്ങനെ വരുമ്പോഴാണ് മനസ്സിലാവും ഇതൊക്കെ സമയമുണ്ടല്ലോ ഇതിനൊക്കെയെന്ന്. ഗോൾ സെറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇപ്പൊ ഗോൾ സെറ്റിംഗ് ക്ലാസ് തുടങ്ങിയവർക്ക് അറിയാൻ പറ്റും. ഇതൊക്കെ പുറത്ത് കടന്നേ പറ്റുള്ളൂ. നമുക്ക് ഇല്ലാതെ വേറെ വഴികളില്ല എന്നുള്ളത് മനസ്സിലാക്കുക. എപ്പോഴും നമ്മൾ അതിനു വേണ്ടി മാത്രം തയ്യാറാവുക എന്നുള്ളതാണ്. ഒറ്റ കാര്യം മാത്രം പറഞ്ഞു ഞാൻ പോകുന്നു. നമ്മുടെ ഐഡന്റിറ്റിയുടെ കഥ മാറ്റി എഴുതുന്നതിലൂടെ നമുക്ക് മാത്രമായി പുതിയ പുതിയ സാധ്യതകൾ തുറന്നു ലഭിക്കുക ചെയ്യും എന്നുള്ളത് അടിയുറച്ച് വിശ്വസിക്കുക. നമ്മൾ നിലവിലുള്ള നമ്മുടെ ഐഡന്റിറ്റി എപ്പോഴാണോ ഷിഫ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ പുതിയ പുതിയ സാധ്യതകൾ നമ്മളിലേക്ക് ഇറങ്ങിത്തരും.
ഞാൻ ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു അധ്യായമുണ്ട്, ഞാൻ ആരാണെന്ന്. അവസാനം ഞാൻ ആരാണെന്ന് ചോദ്യത്തിലൂടെ അവൻ അവസാനം എത്തുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക നിങ്ങൾ. അപ്പോൾ മനസ്സിലാകും അവനവന്റെ ഐഡന്റിറ്റി ഫൈൻഡ് ചെയ്യുന്നിടത്താണ് അവനവന് കൃത്യമായി എല്ലാ സാധ്യതകളും അവന് വേണ്ടി തുറന്നു ലഭിക്കുന്നത്. ഇന്നിപ്പോ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ലോൺ ഞാൻ എങ്ങനെ അടക്കും എന്നൊക്കെ ചോദിച്ച് നടക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, വാട്ട് ആക്ഷൻ യു ആർ ടേക്കിംഗ് ഡെയിലി. എന്ത് ആക്ഷനാണ് നിങ്ങൾ ദിവസവും ആ ലോൺ തിരിച്ചടക്കാനായിട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല സാറേ, ഒരു വഴിയും തെളിഞ്ഞു തരുന്നില്ല എന്നാ പറയുക. അവിടെ നിൽക്കുക, നിങ്ങളുടെ അവസ്ഥയെ നിങ്ങൾ ഒന്ന് പുനഃപരിശോധിക്കുക, മാറ്റാൻ തയ്യാറാവുക. അപ്പോൾ പുതിയ വഴികളൊക്കെ തുറന്നു വരും. ഇത് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. നമുക്ക് മറ്റേ ക്ലാസ്സിന്റെ സമയമായി, ഗോൾ സെറ്റിംഗ് ക്ലാസ്സിലേക്ക് പോകാൻ സമയമായി. നമ്മൾ തന്നെ പറയാം, നമ്മൾ തന്നെയാണ് മാറേണ്ടത്. അവിടെ അതിനുള്ള അവസരം, ഭർത്താവിനെ ഒന്നും തല്ലി പഠിപ്പിക്കാനൊന്നും പോവല്ലേ ഹലീമ മാം, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അങ്ങനെ സിസ്റ്റമേ ഇല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ മാറിയാൽ മാത്രം മതി, മറ്റെല്ലാം മാറിക്കൊള്ളും. നിങ്ങൾ വീണ്ടും പോകുന്നത് ആ മനുഷ്യനെ പഠിപ്പിക്കാനാണ്. നടക്കില്ല, പാടില്ല. നടക്കില്ലെന്നല്ല, പാടേയില്ല. നിങ്ങൾ മാറും, മറ്റെല്ലാം മാറുന്നത് കാണാം. അപ്പോൾ ഇത്ര മാത്രമേ ഇന്ന് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പിലേക്ക് പോകാൻ സമയമായി. ചാടിക്കോളൂ. പുതിയ പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കുക, സെലക്ട് ചെയ്യുക, പോവുക. ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച്.